ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മളുടെ തലകളെ വണക്കാം. പുറ്റൂർ IPC ഹെബ്രോന്റെ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രികാലം ഓൺലൈനിലായിട്ട് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് അല്പനിമിഷങ്ങൾ സ്തോത്രം ചെയ്യാം. നമ്മളായിരിക്കുന്ന ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിന് അല്പനിമിഷങ്ങൾ സ്തോത്രം ചെയ്താട്ട്. കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി കരേറ്റാം. കഴിഞ്ഞ രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്തി ഹാലേലൂയ. അല്പനിമിഷങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്. ഹാലേലൂയ. നമ്മളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും ഹാലേലൂയ സഭാവിശ്വാസികളെ ഓരോരുത്തരെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ദൈവം അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുന്നല്ലോ. ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസത്തിന്റെ മധ്യത്തിൽ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്ന കർത്താവിന്റെ വലിയ സ്നേഹത്തെ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് അല്പനിമിഷങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്. ഹാലേലൂയ ഹാലേലൂയ. വിശേഷാൽ ഇന്ന് രാത്രി കാലത്തെ ഈ ഓൺലൈൻ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം രാത്രികാലം രുചിച്ചറിയുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാം. ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകുവാൻ ഹാലേലൂയ. നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ പാടി സ്തുതിപ്പാൻ, ശക്തമായ ദൈവിക വചനങ്ങളെ കേൾക്കുവാൻ തക്കോണം ഹാലേലൂയ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹാലേലൂയ 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 ഹാലേലൂയ. ആരെങ്കിലും ഇന്ന് രാത്രി കാലം രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുവാൻ ഹാലേലൂയ നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ഹാലേലൂയ. രക്തതാൽജയം രക്തതാൽജയം രക്തതാൽജയം. ഹാലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ ലഭിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനത്തെ ലഭിക്കുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ ദാസിയെ ശക്തമായി ഉപയോഗിക്കുവാൻ, ഓരോ വ്യക്തികളോടും കർത്താവ് വ്യക്തമായി വാസ്തവമായി സംസാരിക്കുവാൻ നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ഹാലേലൂയ. ഇന്ന് രാത്രി കാലം ഹാലേലൂയ മറക്കാനാവാത്തൊരു ആത്മീയ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് ഇന്ന് രാത്രി കാലം എന്നോട് വ്യക്തമായി ഇടപെട്ടു എന്ന് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഹാലേലൂയ അനുഭവ സാക്ഷ്യമായി കേൾക്കുവാൻ തക്കവണ്ണം ഹാലേലൂയ നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. രക്തതാൽജയം സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രതിയാൽ ഓരോ ലോകരാഷ്ട്രങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും എത്രയും വേഗം ഹാലേലൂയ. ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നമ്മളുടെ കേരളത്തെയും ഭാരതം മുഴുവനും ലോകമെമ്പാടും ഹാലേലൂയ ഭാരപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും കർത്താവ് വിടുതൽ പകരുവാൻ കർത്താവ് ഹാലേലൂയ കാര്യങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാമല്ലോ. രക്തതാൽജയം രക്തതാൽജയം രക്തതാൽജയം. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലേ കുറ്റൂർ IPCയുടെ ഹാലേലൂയ ഓൺലൈൻ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഈ രണ്ടാമത്തെ രാത്രി കാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗീയ പിതാവേ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആരംഭിപ്പാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ശക്തമായ ദൈവിക വചനം കഴിഞ്ഞ രാത്രി കാലം അവിടെ ഞങ്ങളോട് ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവ് ഞങ്ങളായിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അല്പം കൊണ്ടും അധികം കൊണ്ടും കർത്താവെ അവിടുന്ന് പ്രവർത്തിപ്പാൻ ശക്തനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. രാത്രികാലം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ അവിടെ ഞങ്ങൾക്ക് നൽകിയാട്ട് ഹല്ലേലൂയ. ശക്തമായ ദൈവിക ദൂതുകളും ആലോചനകളും അവിടുന്ന് തെരുമാറാണെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഓൺലൈനിൽ ആർക്കും യാതൊരു വിധത്തിലൊരു കർത്താവെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകാതെ വണ്ണം കർത്താവെ ഹല്ലേലൂയ ഈ മീറ്റിംഗിന്റെ ആദ്യോടന്തം ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ ഇതിൽ പങ്കെടുത്ത് കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് രാത്രി കാലം ഇതിൽ പങ്കെടുക്കുന്ന കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും അല്ലെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും നിലവുകളും അറിഞ്ഞ് അവരുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ എന്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമേ. രോഗികളായി ആരെങ്കിലും ഭവനത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവിടുത്തെ വചനം അയച്ച് അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എത്രയും വേഗം കാര്യങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് കടന്നു വരുവാൻ അല്ലി പ്രതിസന്ധികളെല്ലാം മാറുവാൻ ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തോട് അങ്ങ് മനസ്സലിഞ്ഞാട്ട് ലോകത്തിലെ ഓരോ രാജ്യങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പല ഭാഗങ്ങളായിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ കരുണ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും കർത്താവെ അവിടുന്ന് ചൊരിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും വേഗം ദൈവത്തിന്റെ വലിയൊരു കരം ഹല്ലേലൂയ അനുകൂലമായി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഇന്ന് രാത്രികാലം ദൈവം നാം മഹത്വം എടുക്കാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഉച്ചമായ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയായതിനും കേട്ടനായി സ്തോത്രം. സകല സ്തുതിയും ബലവും മാനവും മഹത്വത്തോടും എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദൈവോട് കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കുറ്റൂർ IPC ഹെബ്രോൻ സഭയുടെ ഓൺലൈൻ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഇന്ന് ഓൺലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം ഈ ഓൺലൈൻ കൺവെൻഷന്റെ പ്രാരംഭ ദിനം പ്രാർത്ഥിച്ച് ആരംഭിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ രാത്രികാലം വളരെ അനുഗ്രഹമായ ദൈവിക സാന്നിധ്യം രുചിച്ചറിയുവാൻ, ശക്തമായ ദൈവിക വചനങ്ങളെ കേൾക്കുവാൻ സ്വർഗീയ പിതാവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലവും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവ് വാസ്തവമായി വ്യക്തമായി സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തികളെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കേട്ട് കർത്താവിനെ ഒരുമിച്ച് പാടി സ്തുതിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മൾ കൊതിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ആത്മീയ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുവാൻ പാടില്ല. അല്ല, ദൈവം നമ്മളിലൂടെ എങ്ങനെ ആഗ്രഹിക്കുന്നു അതിന് പ്രകാരം ജീവിപ്പാൻ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് കുറ്റൂർ IPCയുടെ കൊയർ ഹല്ലേലൂയ പാടുന്ന വേളയിൽ നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വെറും ഒരു കാഴ്ചക്കാരായിട്ടിരിപ്പാനല്ല, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനയോടും ഹല്ലേലൂയ ഭക്തിയോടുമായിരുന്നു കർത്താവിന് മഹത്വം കൊടുക്കുന്ന നിലയിൽ നമ്മളെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. തുടർന്ന് ഹല്ലേലൂയ പാട്ടിനായി കുറ്റൂർ സഭയുടെ വേറെ പ്രിയപ്പെട്ടവരെയൊക്കെ ക്ഷണിക്കുന്നു. അതിൽ കീബോർഡ് വായിക്കുന്നത് ഹല്ലേലൂയ പ്രിയ റെൻസൺ റോജിയാണ്. പാട്ട് പാടുന്നത് ബ്രദർ സാം സണ്ണി, കൂടാതെ സിസ്റ്റർ ഷാരോൻ ബിനു. ഹല്ലേലൂയ സ്തോത്രം. കൂടാതെ ബ്രദർ ബിജിൻ ബേബി. ഈ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ മറ്റൊരു ഗാനം കൂടെ പാടി കർത്താവിനെ ഒരുമിച്ച് പാടി സ്തുതിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ ആയിരിക്കുന്ന ഭവനങ്ങളിൽ കരങ്ങളെ അടിച്ച് കർത്താവിനെ പാടി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. Hallelujah. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണല്ലോ ഹാലി നമ്മൾ കേട്ടത്. സ്തോത്രം. എനിക്കായി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഒന്നിനെ കൊണ്ടും ഹാലിലിയ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവം എനിക്ക് അനുകൂലം. ഹാലിലിയ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ സ്തോത്രം എനിക്ക് ആരെതിരായിടും എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മളുടെ കൂടെ ഹാലേലുയ നമ്മൾക്ക് സഹായകനായി ആശ്വാസദായകനായി നമ്മുടെ രക്ഷകനായി നമ്മളുടെ കർത്താവ് നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ അതിൽ എന്ത് പ്രതിസന്ധികളെയും നമ്മൾ ഭയപ്പെടുവാൻ ഹാലേലുയ പാടില്ല. നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ നമുക്ക് തരണം ചെയ്യുവാൻ ശക്തി തരുന്ന ഒരു കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഭാരങ്ങളുടെ മധ്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. നമ്മളുടെ വേദനയിൽ നമ്മളെ താങ്ങുന്നവൻ, നമ്മളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നവൻ. ഹാലേലുയ. ഇത്ര നല്ല ദൈവത്തെ സേവിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നമ്മളുടെ ഈ ആയുസ്സിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാലേലുയ. അല്പനിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഹാലേലുയ വീണ്ടും പ്രാർത്ഥനയിൽ നമ്മളുടെ തലകളെ വണക്കാം. ഹാലേലുയ. പ്രത്യേകം ഇന്നത്തെ ഹാലേലുയ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹാലേലുയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം തുടർന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ശക്തമായ ആലോചന നമ്മളോടുള്ള ഹാലേലുയ പരിശുദ്ധാത്മാവിനോട് ലഭിക്കേണ്ടതിനായി കർത്താവ് തന്റെ ദാസി ശക്തമായി ഉപയോഗിക്കുവാൻ ഹാലേലുയ പൂർണ്ണമായി നമ്മളെ സമ്പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ചാട്ട്. വചനം ഹാലേലുയ ഇരുവായുത്തിലുള്ള ഹാലേലുയ വാളാകിയാൽ ഹാലേലുയ സ്തോത്രം നമ്മളുടെ ഹൃദയങ്ങളിൽ ഹാലേലുയ ശസ്ത്രക്രിയ നടക്കാത്ത ഭാഗങ്ങളിൽ വചനമയച്ച് ഹാലേലുയ ഹാലേലുയ സ്തോത്രം ഒരു വിടുതൽ സംഭവിക്കേണ്ടതിനായി നമ്മളെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചാട്ട്. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. ഇന്ന് ഓൺലൈനിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അല്ല ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്തോത്രം. ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. ഹാലേലുയ ഹല്ലേലൂയ സ്തോത്രം. ബ്രദർ അല്ലെ തോമസ് എബ്രഹാം ഹാലേലുയ തുടർന്ന് ഹല്ലേലൂയ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് അല്ലെ തുടർന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ബ്രദർ തോമസ് എബ്രഹാം. അൺമ്യൂട്ട് ആക്കിയിട്ട്
അനുഗ്രഹിക്കപ്പെട്ടാനുള്ള സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കൺവെൻഷന്റെ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ കാത്തുപാലിച്ച ദൈവം, ഞങ്ങളെ കാത്തുവാൻ ശക്തനാണ്. ഞങ്ങൾ അറിയുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗും ഏറ്റവും തീരുവാൻ ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ കർത്താവെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തലായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിപ്പാൻ Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. Stotram, 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 stotram. Praise the Lord. Hallelujah. Stotram, stotram. നെറ്റിൽ ചില സാങ്കേതിക തകരാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് കർത്താവേ ദൈവസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം രാത്രികാലം അവിടെ ഞങ്ങളോട് വെളിപ്പെടുമാറാണെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും മാറിപ്പോവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാലിലെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇന്ന് ഓൺലൈനിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവെ അവിടുന്ന് വ്യക്തമായി ശക്തമായി സംസാരിക്കുവാൻ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം പാലിലെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കപ്പെടുവാൻ, വചനപ്രകാരം വിശുദ്ധിയോടെ ഭക്തിയോട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ബലമുള്ള കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. തിരുനാമം മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോട് കേൾക്കണം പ്രിയ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ഒരു പാട്ടിന്റെ ചില ഈരടികളോട് കേട്ട് ഹല്ലേലൂയ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിച്ച് അതിനുശേഷം നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ വീണ്ടും ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കേട്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ ഏത് സമയത്തും ഹല്ലേലൂയ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് നമ്മൾ കേട്ടത്. സ്തോത്രം. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനസ്സാണ്, കർത്താവിനെ സ്തുതിക്കുന്ന ഒരു മനസ്സാണ്. സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരണം. ജീവിതത്തിൽ ഹല്ലേലൂയ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിരാശപ്പെട്ടിരിക്കുവാനല്ല, ഹല്ലേലൂയ സ്തോത്രം, നിത്യം ദൈവത്തെ സ്തുതിക്കുവാൻ, എല്ലാത്തിനും കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന നല്ല ഒരു ആത്മീയ ജീവിതം ഹല്ലേലൂയ കാഴ്ചവെക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ, തുടർന്ന് നമ്മള് കർത്താവിന്റെ വചനം ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് ഹല്ലേലൂയ വചനം ശുശ്രൂഷിക്കുന്നത് സിസ്റ്റർ ഷേർലി ബിനു അവറുകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലർക്കും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഏവർക്കും സുപരിചിതനായ ഒരു കർത്തൃദാസിയാണ്. കുറ്റൂർ സഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ ബിനു ജോർജ് അവറുകളുടെ സഹധർമ്മിണിയാണല്ലോ ഹല്ലേലൂയ സിസ്റ്റർ ഷേർലി ബിനു അവറുകൾ. സ്തോത്രം. പ്രിയ കർത്തൃദാസിയെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അല്ലെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുവാൻ കർത്താവ് ഹല്ലേലൂയ കർത്താവ് ദൈവദാസനെയും കുടുംബത്തെ ഉപയോഗിക്കുന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറ്റൂർ സഭയിൽ ഹല്ലേലൂയ വന്നിട്ട് 2 മാസമായിട്ടുള്ളെങ്കിലും സ്തോത്രം ഹല്ലേലൂയ അനേക വർഷങ്ങളായി കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൊടുക്കുന്ന വലിയ ദൈവകൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ, അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേക വേദികളിൽ കർത്താവിനെ ഉയർത്തുവാൻ പ്രിയ കർത്തൃദാസനെ ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേക കുറ്റൂർ സഭയ്ക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഹല്ല് നേതൃത്വം നൽകുവാൻ ദൈവം സഹായിക്കുന്നല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവ് ദൈവദാസി ശക്തമായി ഉപയോഗിക്കുവാൻ നമുക്ക് പൂർണ്ണമായി ഹല്ല് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സമ്പൂർണ്ണമായി നമ്മളെ താഴ്ത്തി പ്രാർത്ഥനയോടായിരിക്കുമെങ്കിൽ വാസ്തവമായി കർത്താവ് നമ്മളോട് സംസാരിക്കുകയും നമ്മളുടെ ഹല്ല് ഹൃദയത്തിന്റെ ഹല്ല് നിലവുകളെയും വിചാരങ്ങളെയും അറിഞ്ഞ് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയും നമ്മളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രാത്രി കാലം ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാന്യ കർത്തൃദാസിയെ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിതമായ ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഈ സമയത്ത് ദൈവകൃപയാൽ കഴിഞ്ഞ 2 ദിവസമായി ഈ ദേശത്ത് ഇങ്ങനെ സൂണിൽ കൂടെ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവവചനം കേൾക്കുവാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു പ്രതിസന്ധി വരുന്നതിന് മുൻപ് ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ വരുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ 2020 ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് ദൈവം മുന്നമേ അറിഞ്ഞതുകൊണ്ട് ദൈവം അതിന് മുൻപായി തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും, നാം ഇരിക്കുന്ന ഇടങ്ങളിൽ, നാം നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും മറ്റ് എവിടെയാണെങ്കിലും ഇരുന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു വഴിയുടെ ദൈവം ഓപ്പൺ ആക്കി ഇട്ടിട്ടാണ്
ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുവാൻ ഇടയായി. ഈ 2020 തുടക്കത്തിൽ നമുക്ക് അനേക വാഗ്ദത്തങ്ങളൊക്കെ നാം പ്രാപിച്ചവരാണ്. എന്നാൽ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറുമോ എന്ന് പോലും സംശയിച്ച സാഹചര്യത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ ഇത്രത്തോളം ദൈവം നമ്മെ നിർത്തിയല്ലോ. പ്രത്യേകിച്ച് ലോകം ഒരു വല്ലാത്ത ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഒരു വൈറസിന്റെ മുൻപിൽ മനുഷ്യൻ ഭയന്ന് എന്ത് സംഭവിക്കുമെന്നറിയാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് അനേകർക്ക് ദൈവഭയം നഷ്ടപ്പെട്ട്, അനേകർക്ക് ദൈവഭക്തി നഷ്ടപ്പെട്ട്, ദൈവാശ്രയം നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ അനേകര് അതേ ഹല്ലേലൂയ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ അവിടെ ഇവിടങ്ങളായി ചില ദൈവമക്കൾക്ക് ദൈവത്തെ ആരാധിക്കുവാനും, ദൈവത്തെ സ്തുതിക്കുവാനും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും, ദൈവവചനം ധ്യാനിപ്പാനും, ദൈവവചനം കേൾക്കുവാനും ഒക്കെ ദൈവം ഒരുക്കി തരുന്ന വലിയ സാവകാശങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു, നമ്മുടെ പിതാക്കന്മാർ പലരും മരത്തണലുകളിലും മരുഭൂമിയിലും തെരുക്കോണുകളിലും കുടിൽ കെട്ടി കുടിൽ ഭവനങ്ങളിലും ഒക്കെ ഇരുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയായി, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അവർ പ്രാർത്ഥിച്ച തെരുവുകൾ ഇന്നോ വലിയ പട്ടണങ്ങളായി മാറി. അവർ പ്രാർത്ഥിച്ച അതേ വനമേഖലകളൊക്കെ വെട്ടിത്തെളിച്ച് ഇന്ന് വലിയ വലിയ സൗധങ്ങൾ ഉണ്ടാകുവാനിടയായി. അങ്ങനെ ആദ്യ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങി വെച്ച വിശ്വാസത്തിന്റെ അനുഗ്രഹങ്ങൾ പിൻതലമുറക്കാരായ നമുക്കും അനുഭവിപ്പാൻ ദൈവം കൃപയാൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ശക്തമായി ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയായി. ഈ ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യനായ ദൈവദാസൻ കഴിഞ്ഞ രാത്രിയിൽ ഹല്ലേലൂയ നമ്മോട് ശക്തമായി സംസാരിപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ പല ഭവനങ്ങളിൽ, പല ദേശങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ വചനം ശ്രദ്ധിക്കുന്ന അനേക ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്. വിശേഷാൽ ഈ ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റ്, ഈ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി, അതുപോലെ ഈ സഭയുടെ എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ വചനവും ദൈവസാക്ഷ്യവുമായി ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 37, 39, 44 വാക്യങ്ങൾ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിൽ കൊടുത്തും പോന്നു. അങ്ങനെ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ മതി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാം പല ഭവനങ്ങളിലാണ് ഇരിക്കുന്നത്, പല ഫ്ലാറ്റുകളിലാണ്, ഒരുപക്ഷെ മറ്റേതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എവിടെങ്കിലും ഒക്കെ ആയിരിക്കാം. എങ്കിലും ഇന്ന് രാത്രിയിൽ ഒന്ന് ഞാൻ അറിയുന്നു, പലയിടത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, എവിടെ ഇരുന്ന് ഹാലിൽ നിലവിളിച്ചാലും, എവിടെ നിന്ന് വചനം പറഞ്ഞാലും പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിപ്പാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വരുവാൻ ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്, നാം ഇരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നാം ഇരിക്കുന്നത് ഹല്ലേലൂയ പലയിടങ്ങളിലായി ചിതറിയിരിക്കുന്നെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്, ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ്. ഒരു അല്പസമയം ആ ദൈവ സാന്നിധ്യത്തെ ഓർത്ത്, ദൈവത്തിന്റെ കൃപകളെ ഓർത്ത്, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഈ രാത്രി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സർവശക്തിയുള്ള സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സൂം മീറ്റിംഗിന്റെ, സൂം കൺവെൻഷന്റെ 2
7-ാം രാത്രിയിൽ അടിയങ്ങൾ ഒന്നിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ഈ രാത്രിയിൽ ദൈവമേ നിന്റെ വചനത്തിന്റെ മുൻപിൽ, നിന്റെ ആലോചനയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ഹിതത്തിനായി ഹല്ലേലൂയ പണിയപ്പെടേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവാത്മാവ് വരണമേ. വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. വചനം കേൾക്കുന്നവരുടെ മേൽ സൗഖ്യം ഉണ്ടാകണമേ. വചനം കേൾക്കുന്നവരുടെ മേൽ ഹല്ലേലൂയ ചില ബന്ധനങ്ങളെ അഴിച്ചുവിടണമേ. വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. വചനത്തിന്റെ ശക്തിയെ വെച്ച് പണിയപ്പെടുവാൻ ചില കുടുംബങ്ങൾ പണിയപ്പെടുവാൻ, ചില വ്യക്തികൾ പണിയപ്പെടുവാൻ പരിശുദ്ധാത്മാവിടെയാക്കണമേ. ഈ മീറ്റിംഗ് ആരംഭ സമയം മുതൽ ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇതിന്റെ അവസാന നിമിഷം വരെ ഹല്ലേലൂയ ഇത് പ്രാർത്ഥിച്ച് ഇവിടെ തീരുന്നത് വരെ ദൈവ സാന്നിധ്യം വിട്ടുമാറാതെ ഞങ്ങളുടെ മധ്യം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടിയനെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ നന്മകൾക്കും കൃപകൾക്കുമായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ മേഖലയിൽ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന മേഖലയിലെ കർത്താവിന്റെ മേഖലയിലെ മാന്യ സഹോദരൻ മേഖലയിലെ പ്രിയ ഷീനുവിനെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം ഞങ്ങളെ വിളിക്കുവാനും ഇവിടെയുള്ള മീറ്റിംഗിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി താൻ പ്രാർത്ഥിക്കുകയും പ്രത്യേക ഈ കൺവെൻഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. കുറ്റൂർ സഭയാണ് ഇത് നടത്തുന്നതെങ്കിലും ഇതിന്റെ പിന്നിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ ദേവദാസനാണ്. ആ മാന്യ ദേവദാസനോടുള്ള നന്ദി ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ അനേകത തണുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം ഹല്ലേലൂയ നഷ്ടപ്പെട്ട് ഹല്ലേലൂയ തണുപ്പ് അനുഭവിക്കുന്ന കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മിക മണ്ഡലത്തിൽ ഹല്ലേലൂയ ഒരു കാലത്ത് ഹല്ലേലൂയ വളരെ ശക്തിയോടെ പ്രവർത്തിച്ച പല പ്രിയപ്പെട്ടവരും വെയിലെന്നോ മഴയെന്നോ രാത്രിയെന്നോ പകലെന്നോ ചിന്തിക്കാതെ ഹല്ലേലൂയ പട്ടിണിയെയും കഷ്ടതകളെയും മറന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാത്തിരിപ്പ് യോഗങ്ങൾ വെച്ചാൽ സുവിശേഷ മഹായോഗങ്ങൾ വെച്ചാൽ പരിസരങ്ങളെ മറന്ന് ആത്മാർത്ഥമായി ഹല്ലേലൂയ കരങ്ങളടിച്ച് ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചവർ, സാഹചര്യങ്ങളെ മറന്ന് അന്യഭാഷയിൽ നൃത്തം ചെയ്ത് ആരാധിച്ച പല പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ, ദൈവം അവരുടെ കണ്ണുനീര് കണ്ട്, അവരുടെ പ്രാർത്ഥന കണ്ട്, അവരുടെ തലമുറകളെ ഉയർത്തിയപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അയച്ച് അവരുടെ സ്ഥിതി മാറ്റി. ചാണകം മെഴുകിയ തറയിൽ നിന്ന് പുല്ലുമേഞ്ഞ ഹല്ലേലൂയ കുടിലുകളിൽ നിന്ന് ദൈവം ഉയർത്തി ഹല്ലേലൂയ വലിയ സൗധങ്ങളിലേക്ക്, വലിയ പശ്ചാത്തലങ്ങളിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നപ്പോൾ പലരും ഇന്ന് ദൈവത്തെ മറന്നവരായി, ദൈവപ്രവൃത്തിയെ മറന്നവരായി, ദൈവഹിതത്തെ മറന്നവരായി, ദൈവാശ്രയം നഷ്ടപ്പെട്ട് ചടങ്ങിന് വേണ്ടി ആരാധിക്കുന്ന ഒരു സമൂഹം, ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ചടങ്ങിന് വേണ്ടി കൂട്ടായ്മ കൂടുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ, ഒന്നാം തലമുറക്കാർ ദൈവത്തെ അനുഭവിച്ചിറങ്ങി തിരിച്ചു. അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അവർക്ക് കഷ്ടതയുണ്ടെങ്കിലും പട്ടിണി ഉണ്ടെങ്കിലും അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, വലുവിധേനെ നിത്യതയിലെത്തണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സ്ഥാനങ്ങളില്ലെങ്കിലും മാനങ്ങളില്ലെങ്കിലും ഇവിടെ പദവികളില്ലെങ്കിലും ഇവിടെ മാനിക്കാൻ ആളില്ലെങ്കിലും ഇവിടെ ഹല്ലേലൂയ ആദരിക്കാൻ ആരുമില്ലെങ്കിലും അവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, അവർക്ക് ദൈവസന്നിധിയിലെത്തണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാം തലമുറക്കാർ പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടപ്പോൾ പിന്നെ വന്ന 2-3 തലമുറകൾ അവർ പിൻപറ്റിയ മാതൃകകൾ പലതും വരേണം. ലോക സംഭവങ്ങൾ, ലോകത്തിൽ നടക്കുന്ന അനർത്ഥങ്ങൾ, ലോകത്തിൽ നടക്കുന്ന ഹല്ലേലൂയ വിഷയങ്ങൾ പലതും ഇന്ന് രാത്രിയിൽ ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ അരുമനാഥന്റെ വരവ്
വേഗത്തിലാകുകയാ. ആമേൻ. സംഭവിക്കുന്ന വിഷയങ്ങൾ പലതും ആമേൻ നമ്മുടെ കർത്താവിന്റെ വരവിനെ ആമേൻ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ആമേൻ പല സംഭവങ്ങളും കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാ. നാം വായിച്ച ആ വാക്യം ഇങ്ങനെ നാം വായിക്കുവാനിടയായി. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ഞാൻ ഇവിടെ വായിക്കുകയാണ്. വേഗത്തിൽ ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. മതി. ഇവിടെ നാം വായിച്ചു ആമേൻ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 37, 38, 39 വാക്യങ്ങളിൽ നാം വായിച്ചു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നോഹയുടെ കാലത്തെ കുറിച്ച് നാം ദൈവവചനം പഠിച്ചാൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ആദാമിന്റെ തലമുറ മുതൽ ഒന്നാം മനുഷ്യനായ ആദാമിന്റെ ആദ്യ പിതാവായ ആദാമിന്റെ തലമുറ മുതൽ 10ാം തലമുറക്കാരനായ നോഹയുടെ കാലഘട്ടം വരെയുള്ള ആമേൻ സംഭവങ്ങളെ കുറിച്ച് നാം ദൈവവചനം പഠിച്ചാൽ ആമേൻ ഹല്ലേലൂയ ശക്തമായി ആമേൻ ദൈവവചനത്തിൽ അനേക വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. എന്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നോഹയുടെ കാലത്തു ദൈവം ഭൂമിയെ ന്യായം വിധിച്ചു എന്ന് ചോദിച്ചാൽ അന്നത്തെ തലമുറ ദൈവത്തിന് സ്തോത്രം വഷളന്മാരായി ആമേൻ ദൈവത്തെ നിന്ദിക്കുന്ന തലമുറയായി പാപത്തിന് അടിമപ്പെട്ട് അധർമ്മം പ്രവർത്തിച്ചത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിമിത്തം ആമേൻ ദൈവം ദുഃഖിക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതല് ആമേൻ ആദ്യ മനുഷ്യനായ ആദാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് തന്റെ ജീവശ്വാസം അവർക്ക് കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒന്നാഗ്രഹിച്ചു. ഏമേൻ. ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ, ഞാൻ ഉണ്ടാക്കിയ മനുഷ്യൻ, ഞാൻ ജീവൻ പകർന്ന മനുഷ്യൻ, ഞാൻ ആത്മാവിനെ കൊടുത്ത മനുഷ്യൻ എന്നെ ആരാധിക്കണം, എന്റെ നാമത്തിന് വേണ്ടി നിൽക്കണം, എന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ മനുഷ്യൻ അതെല്ലാം മറന്നിട്ട് അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ച് ആമേൻ സൂത്രശാലികളായി തന്ത്രശാലികളായി ദൈവ വഴിവിട്ട ദൈവത്തിൽ നിന്ന് അമ്യപ്പെട്ട ദൈവത്തെ ഭയമില്ലാത്തവരായി ആമേൻ തീർന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു ഇവരെ ഹല്ലേലൂയ നശിപ്പിച്ചേ മതിയാകുകയുള്ളൂ. വഷളായി പോയ ഭൂമിയെ ശുദ്ധീകരിപ്പാൻ, വഷളായി പോയ ഭൂമിയെ ആമേൻ നശിപ്പിക്കുവാൻ സ്വർഗം തീരുമാനിക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ഭൂമി വഷളായി കൊണ്ടിരിക്കുകയാ, ഈ ഭൂമി നശിച്ചു കൊണ്ടിരിക്കുകയാ, ഈ ഭൂമി ഹല്ലേലൂയ അധർമ്മം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാ, ഈ ഭൂമി പാപം കൊണ്ട് ആമേൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം വ്യക്തമാണ്, ഇങ്ങനെ വഷളത്വം പ്രവർത്തിച്ച തലമുറയിൽ, ഇങ്ങനെ വഷളത്വം വർദ്ധിച്ച തലമുറയിൽ, പാപം വർദ്ധിച്ച തലമുറയിൽ ദൈവത്തിന് സ്തോത്രം 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 ഒരു നോഹയെ ദൈവം കാണാനിടയായി. ഒരു നോഹയെ ദൈവം ആമേൻ ഓർക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകര് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന കേട്ടിട്ടും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ദൈവത്തിന്റെ പ്രമാണം അവർക്ക് കൊടുത്തിട്ടും പരിശുദ്ധാത്മാവ് അവരോട് ആമേൻ വാദിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ ഇടപെട്ടിട്ടും ആമേൻ ദൈവത്തിന്റെ വചനം അവർക്ക് വേണ്ടാതെ അവർ പുറങ്കാലുകൊണ്ട് എറിഞ്ഞു കളഞ്ഞപ്പോൾ ആമേൻ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു ഇനിയുള്ള തലമുറയെങ്കിലും നന്നാകണം, ഇനിയുള്ള തലമുറയെങ്കിലും യഥാസ്ഥാനപ്പെടണം, ഇനിയുള്ളവരെങ്കിലും ദൈവത്തെ അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ഹല്ലേലൂയ ഭൂമിയെ ഭൂമിയെ ദൈവം ന്യായം വിധിച്ചു. ദൈവത്തിന് സ്തോത്രം. നാം ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 6 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു ദൈവത്തിന് സ്തോത്രം ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഭൂമിയെ ആമേൻ ജലപ്രളയത്തിൽ കൂടെ നശിപ്പിക്കണം. ആമേൻ ഹല്ലേലൂയ ജലപ്രളയത്തിൽ കൂടെ തന്നെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആമേൻ തന്റെ ദാസനായ നോഹയോട് ചില കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് വ്യക്തമായി ആമേൻ യഹോവയായ ദൈവം സംസാരിക്കാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏത് തലമുറയിലും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ചിലരെ ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, എന്റെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ കൃപയാൽ എന്നെ ആമേൻ എന്നെ സ്നേഹിച്ച് എനിക്ക് ജീവനെ തന്ന, എനിക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ യേശു
ജീവിതത്തിൽ അനുഭവിപ്പാൻ എനിക്ക് കൃപയാൽ ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേക്കാൾ ഹല്ലേലൂയ പ്രാപ്തിയുള്ളവർ, എന്നേക്കാൾ യോഗ്യതയുള്ളവർ, എന്നേക്കാൾ ഹല്ലേലൂയ ശ്രേഷ്ഠതയുള്ളവർ അനേക കുടുംബത്തിലുള്ളപ്പോൾ അവരെ എല്ലാം പിന്തള്ളി, അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് എന്റെ കർത്താവിനെ സേവിപ്പാൻ, എന്റെ കർത്താവിന്റെ പെട്ടകം ചുമപ്പാൻ, എന്റെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഭാഗ്യത്തെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കൃപയാൽ എന്റെ 16-ാമത്തെ വയസ്സ് മുതൽ ഈ യേശു ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ, ഈ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ അനേക രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ കടന്നുപോയി എന്റെ യേശുവിന്റെ നിന്ന ചുമക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ അവസരം തന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ സൂമിൽ കൂടെ കർത്താവിനെ ഉയർത്തുവാൻ, ഈ മീഡിയയിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്വർഗത്തിലെ ദൈവന്റെ ജീവിതത്തിൽ തന്ന പദവിക്കായി, ദൈവം തന്ന ഭാഗ്യത്തിനായി, ദൈവം തന്ന എല്ലാ കരുണകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ദൈവവചനം പറയുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് ഞാൻ കരുണ തോന്നും, എനിക്ക് മനസ്സറിയണം എന്നുള്ളവരോട് ഞാൻ മനസ്സറിയും. ഏത് തലമുറയിലും ദൈവത്തിന് ചിലരോട് ഒരു കരുണയുണ്ട്, ഏത് തലമുറയിലും ദൈവത്തിന് ചിലരോട് കൃപയുണ്ട്. ഭക്തന്മാരെ ദൈവം ഏത് തലമുറയിലും വേർതിരിക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ വഷളത്വം നിറഞ്ഞ ഈ തലമുറയിൽ, വക്രത നിറഞ്ഞ ഈ തലമുറയിൽ ദൈവം അവിടെ ചിലരിനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അങ്ങനെ അവിടെ എവിടെയെങ്കിലായി ദൈവം ഉയർപ്പിച്ച വിശുദ്ധന്മാർക്കായി, ദൈവം ഉയർപ്പിച്ച വിശുദ്ധ മതികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവത്തിന്റെ സ്തോത്രം. എവിടെ ഹല്ലേലൂയ, നാം ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. നോഹയെയും കുടുംബത്തെയും നോഹയെ ദൈവം ഓർത്തു. നോഹയെ വിളിച്ചേച്ച് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭൂമിയെ ഇല്ലാതാക്കാൻ പോകുകയാ. ഈ ഭൂമിയിലെ ജനത്തിന്റെ ദുഷ്ടത, ഈ ഭൂമിയിലെ മനുഷ്യന്റെ പ്രവർത്തികളുടെ കാഠിന്യം, അവരുടെ പാപം എന്റെ സന്നിധിയിൽ വലുതായിരിക്കുകയാ. അതുകൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവം നോക്കിയോട് പറഞ്ഞു, ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നീ അത് ജനത്തോട് പറയണം. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ആര് കേട്ടാലും അംഗീകരിച്ചില്ലെങ്കിലും, ആരനുസരിച്ചില്ലെങ്കിലും ഒരു ന്യായവിധി ഉണ്ടെന്ന്, ഒരു ന്യായവിധി ഉണ്ടെന്ന്, ഓരോ മനുഷ്യന്റെ പ്രവർത്തിക്കും ഒരു ന്യായവിധി ഉണ്ടെന്ന് നീ അവരോട് പറയണമെന്ന് പറഞ്ഞു ദൈവം ശക്തമായി അതേ നോഹയോട് സംസാരിക്കാനിടയായി. നോഹയോട് ദൈവം അത് പറയുമ്പോൾ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കാൻ മനസ്സ് വെച്ചു. ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കാൻ തയ്യാറായി. ദൈവത്തിന്റെ ആലോചനയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു ന്യായവിധിയുണ്ട് നിശ്ചയം, ഒരു ന്യായവിധിയുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. ന്യായവിധിയെ കുറിച്ച് ദൈവം നോഹയിൽ കൂടെ ഏകദേശം 120 വർഷക്കാലം ദൈവം അത് ജനത്തോട് വിളിച്ചു പറയാനിടയായി. അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആദ്യ തലമുറക്കാരോട് ദൈവം പറഞ്ഞു, ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ഇന്നും ദൈവം പറയുന്നു, ഒരു ന്യായവിധിയുണ്ട്. ഇത് കൃപായുഗമാണ്. നാം ചെയ്യുന്ന പല പ്രവർത്തികൾക്കും നമുക്ക് പകരം തരാൻ ദൈവം ഒരു ന്യായവിധി ഒരുക്കി വെച്ചിരിക്കുകയാ. മനുഷ്യൻ ഹല്ലേലൂയ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഒരു ദിവസം നമ്മൾ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടത് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോഹയോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, എല്ലാവരും വഷളന്മാരായി, എല്ലാവരും ദൈവഭക്തിയില്ലാത്തവരായി, പാപത്തിന് അധീനപ്പെട്ട് നശിച്ചു പോയാലും നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു പെട്ടകം തീർക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ചരിത്രകാരന്മാർ പറയുന്നത് ഏകദേശം 2,61,150 കനയടി വിസ്താരമുള്ള ഒരു വലിയ കപ്പൽ നോഹ തീർക്കുവാനിടയായി.
ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. തന്റെ വാക്ക് പലരും കേട്ടില്ല, തന്റെ വാക്ക് പലരും അംഗീകരിച്ചില്ല. ആമേൻ. പക്ഷേ ഹല്ലേലൂയ താനും കുടുംബവും ആമേൻ ഹല്ലേലൂയ ആ പെട്ടകത്തിന്റെ അകത്ത് ദൈവം കയറ്റുവാനിടയായി. ആ പെട്ടകത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ ദൈവം അതിനൊരു കിളിവാതിൽ ഉണ്ടാക്കി. ആമേൻ ഹല്ലേലൂയ. ദൈവം എന്നിട്ട് ആമേൻ ഹല്ലേലൂയ യോനയോട് ആമേൻ ഹല്ലേലൂയ തന്നോട് പറഞ്ഞു, യോഗ്യയോട് പറഞ്ഞു, ആമേൻ 3 അറകളായി ഹല്ലേലൂയ ആമേൻ 3 തട്ടുകളായി ആ പെട്ടകം പണിയണം. ആമേൻ ഹല്ലേലൂയ. നിന്റെ അടുത്തേക്ക് വരുന്ന ആമേൻ സകല ചരാചരങ്ങൾക്കും ആമേൻ ഹിംസ്ര ജീവികൾക്കും ആമേൻ പക്ഷിമൃഗാദികൾക്കും ആമേൻ ഭക്ഷിക്കുവാനുള്ള ആഹാരവും അവർക്ക് വാർക്കുവാനുള്ള സൗകര്യവും നീ ആ പെട്ടകത്തിനകത്ത് ഒരുക്കണം. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതേ വിസ്താരവും വലിപ്പമുള്ള ഒരു ഹല്ലേലൂയ അക്ഷരിക ആമേൻ ഹല്ലേലൂയ കപ്പലിനകത്ത് ആമേൻ ഒരു കൂട്ടത്തെ ഒതുക്കാൻ ദൈവത്തിന് പദ്ധതി ആമേൻ ഹല്ലേലൂയ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. നോഹ തന്റെ ആമേൻ ഹല്ലേലൂയ പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ച ആമേൻ ദൈവം അതിന്റെ കിളിവാതിൽ അടയ്ക്കുവാനിടയായി. ആമേൻ. ആ വാതിൽ അടയുന്നതിന് മുൻപ് തന്റെ അടുക്കലേക്ക് തന്റെ വാക്ക് കേട്ട് വന്ന ആമേൻ വന്യജീവികൾ പോലും ഹിംസ്ര ജീവികൾ പോലും കാട്ടിൽ കിടക്കുന്ന ജീവികൾ പോലും ആ ശബ്ദം കേട്ട് ആമേൻ വരാനിടയായി. ഏകദേശം 40 ദിവസത്തോളം മഴ പെയ്തു, ശക്തമായ വൻമഴ പെയ്തു. ആമേൻ 150 ദിവസം ഈ ഭൂമിയിൽ ആമേൻ വെള്ളം പൊങ്ങിക്കിടന്നു. അങ്ങനെ ഹല്ലേലൂയ ഒരു ആമേൻ കടുത്തനായ വിധി ഭൂമിയിൽ ദൈവം അയക്കുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഒരു കാര്യം വ്യക്തമാണ്. നോഹ പണിത പെട്ടകത്തിൽ ആമേൻ ഹല്ലേലൂയ ആ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് പലർക്ക് കയറാമായിരുന്നു. പക്ഷെ പറഞ്ഞത് നോഹയായത് കൊണ്ട് ആരും കേട്ടില്ല. ഇന്ന് രാത്രി ഒരു സത്യം ഞാൻ പറയാം. ഹല്ലേലൂയ പറഞ്ഞത് ഇന്നാളായത് കൊണ്ട് ആമേൻ ഞാനത് കേൾക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ ഇന്നാളാണ് അത് ചെയ്തത് കൊണ്ട് ഞാനത് അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞവർക്കല്ല നഷ്ടം. ആമേൻ. തള്ളിക്കളഞ്ഞ ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ ആലോചന തള്ളിക്കളയുന്നവർക്കാണ് അതിന്റെ നഷ്ടം. ദൈവത്തിന്റെ സ്തോത്രം. നോഹ ആമേൻ ഹല്ലേലൂയ മുഖം നോക്കാതെ ആമേൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ ചെയ്യുവാനിടയായി. യോബ് പറയുന്നു ഹല്ലേലൂയ മനുഷ്യൻ ദൈവത്തെ മറക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം ഗ്രഹിക്കാതെ പോകുമ്പോൾ, അതേ യോബ് പറയുകയാണ് ആമേൻ ഹല്ലേലൂയ ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഹല്ലേലൂയ കാട്ടുമൃഗങ്ങളോട് ചോദിക്കും, അവ നിനക്ക് പറഞ്ഞു തരും. ഭൂമിയോട് ചോദിക്കും, അവ നിന്നോട് സംഭാഷിക്കും. ആമേൻ. സമുദ്രത്തിലെ മത്സ്യങ്ങളോട് ചോദിച്ചാൽ അവ നിന്നെ ചിലത് പഠിപ്പിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ അതേ ഹല്ലേലൂയ സകല ജന്തു ജലാമേ ചരാചരങ്ങളും പക്ഷി ആമേൻ കൂട്ടങ്ങളും വന്ന ഹല്ലേലൂയ അതേ ഹല്ലേലൂയ കയറ്റാമെന്നതിനെ എല്ലാം ഈ പെട്ടകത്തിൽ കയറ്റുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ പറയാം. ആമേൻ. നോഹ പണിത പെട്ടകത്തിൽ അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും മരുമക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദൈവം കൽപ്പിച്ചിട്ട് ഈരണ്ടായി കയറ്റിയ ആമേൻ ഹല്ലേലൂയ ആമേൻ ചില ജീവജാലങ്ങളുടെ ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയാം. ആമേൻ ഹല്ലേലൂയ കർത്താവ് അന്ത്യകാലത്ത് ആമേൻ ഹല്ലേലൂയ തന്റെ ആമേൻ ജനത്തിന് വേണ്ടി തനിക്കായി കാത്തിരിക്കുന്ന തന്റെ സഭയ്ക്ക് വേണ്ടി 2 കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. ആമേൻ ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാ. എഫെസ്യ ലേഖനം ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആമേൻ അവൻ ചിലരെ അപ്പോസ്തലന്മാരും ആമേൻ ഇടയന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? പണിതിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സഭയെ പണിതുകൊണ്ടിരിക്കുക, സഭയ്ക്ക് വേണ്ടി ഇടമൊരുക്കിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നുകൂടെ ദൈവം ചെയ്യുക. പെട്ടകം ഉണ്ടാക്കാൻ നോഹയോട് പറഞ്ഞിട്ട് ആമേൻ പെട്ടകം ഉണ്ടാക്കിയതുപോലെ വിശ്വസിച്ച് ആമേൻ തന്നെ കൈക്കൊള്ളുന്ന തന്റെ ഭക്തന്മാർക്ക് തന്റെ ആമേൻ ഹല്ലേലൂയ ജനത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ഒരു വീട് അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. നാം വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എനിക്ക് നിനക്ക്
വാസസ്ഥലം ഒരുക്കുവാൻ, വിശുദ്ധന്മാർക്ക് വാസസ്ഥലം ഒരുക്കുവാൻ എന്റെ കർത്താവ് പോയിരിക്കുകയാ. അവൻ മടങ്ങി വരും, മടങ്ങി വരും. വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിന്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ, വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിന്റെ ആമേൻ പണി പൂർത്തിയായി കഴിയുമ്പോൾ, അതിന്റെ അവസാനത്തെ പണിയും തീർന്നു കഴിയുമ്പോൾ ആമേൻ കർത്താവ് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇതാ 120 വർഷക്കാലം ആമേൻ നോഹ പ്രസംഗിച്ചിട്ട് ആരും ആ പ്രസംഗം കേട്ടില്ല. ആമേൻ ആരും ആ പ്രസംഗം ചെവിക്കൊണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ ആമേൻ അതുപോലെ ഒരു കാലഘട്ടമായത്. ആമേൻ ഹല്ലേലൂയ. അതുപോലെ ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് മാത്രമല്ല, ഹാനോക്കിന്റെ കാലത്തും അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ദൈവത്തിന്റെ ദൂതുകൾ ലോകത്തോട് അറിയിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു ആമേൻ ഹല്ലേലൂയ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നോഹയെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹാനോക്കിനെ അംഗീകരിക്കാത്തവർ ആമേൻ ആ തലമുറയിലുമുണ്ട്, ഈ തലമുറയിലുമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പേരില് അംഗീകരിക്കുന്നവർക്ക് വിടുതലാണ്. ആമേൻ അനുസരിക്കുന്നവർക്ക് വിടുതലാണ്. ഹല്ലേലൂയ. എനിക്കതെ കേട്ട് ഏറ്റെടുക്കുന്നവർക്ക് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വ്യക്തമാണ്. ആമേൻ ഇങ്ങനെ ന്യായവിധി കടുത്തു. ആമേൻ 150 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടകം ഹല്ലേലൂയ പർവ്വതത്തിൽ ഉറയ്ക്കാനിടയായി. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വ്യക്തമാണ്. ആമേൻ ഈ കൂടാരം വിട്ട് നാം ആമേൻ ഹല്ലേലൂയ പോകാറായി. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ന്യായവിധി തീർന്നപ്പോൾ, ന്യായവിധിയുടെ വെള്ളം ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആമേൻ തന്റെ ജനത്തിന് ദൈവം ഒരു വിശ്രാമം ഒരുക്കി. ആമേൻ പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു. ആമേൻ അത് ചെറിയൊരു കാര്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. നാം വചനം പഠിച്ചാൽ ഈ പെട്ടകം ഉറച്ചെന്ന് പറയുന്നത് കെട്ടുകഥയല്ല. ദൈവത്തിന് സ്തോത്രം. ഇത് വെറും ഒരു ഹല്ലേലൂയ സാധാരണ നിലയിൽ പറഞ്ഞു വിടുന്ന കാര്യമല്ല. ഈ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ ആമേൻ ഹല്ലേലൂയ ഏതാണ്ട് ഹല്ലേലൂയ 20-ലധികം ആമേൻ ഹല്ലേലൂയ ജാതിക രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും ആമേൻ ജാതികളുടെ ഹല്ലേലൂയ വിശുദ്ധ അവരുടെ ഗ്രന്ഥങ്ങളിലും ഈ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പെട്ടകം വെള്ളത്തിൽ മുങ്ങിപ്പോയെന്നും ആ പെട്ടകം ആരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചെന്നും ഒക്കെ ഉള്ളത് ആമേൻ ഹല്ലേലൂയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ ശാസ്ത്രലോകം പോലും പറയുന്നു ആമേൻ ഹല്ലേലൂയ സമുദ്രജീവികളുടെ ഹല്ലേലൂയ ഫോസിലുകളും ആമേൻ ദൈവത്തിന് സ്തോത്രം ആമേൻ ഹല്ലേലൂയ പെട്ടകത്തിൽ കൂടെ യാത്ര ചെയ്തു പോയ ആമേൻ ഹല്ലേലൂയ സമുദ്രജീവികളുടെ ആമേൻ ഫോസിലുകൾ ആമേൻ പെട്ടകത്തിൽ കയറാതെ അവശേഷിച്ചതിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഒക്കെ അവിടെ ഇവിടങ്ങളിൽ ഉണങ്ങി ചെളിക്കുണ്ടങ്ങളിൽ ഹല്ലേലൂയ അടിഞ്ഞുകൂടിയതിന്റെ ആമേൻ പിക്ചറുകളൊക്കെ ആമേൻ ആമേൻ വൈമാനികന്മാർ ദൈവത്തിന് സ്തോത്രം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുവാനിടയായി. അവരത് തെളിയിക്കുവാനിടയായി. അവരത് ആമേൻ പ്രൂഫ് ചെയ്യുവാനിടയായി. അവർ പറയുന്നത് ഏതോ ഒരു അജ്ഞാത ജീവി ആമേൻ ആരാരാത്ത് പർവ്വതത്തിന്റെ മുകളിലുണ്ട്, ആമേൻ കല്ലിൽ ആമേൻ കിടക്കുണ്ട് ആമേൻ എന്ന് പറയുവാനിടയായി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിനെ ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ആമേൻ ശബ്ദത്തെയും നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമുക്ക് ഒരിക്കലും നഷ്ടമായി പോകുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിനെ ആമേൻ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 4 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അനേക കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. ആമേൻ ഹല്ലേലൂയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച ആമേൻ ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ശാഗതി കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ ഹല്ലേലൂയ. അതേ റോമാലേഖനം ആമേൻ ഹല്ലേലൂയ നാം വായിക്കുന്ന 8-ാം അധ്യായത്തിന്റെ ആമേൻ 18 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാര്യത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് തന്നെ വായിച്ചു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മതി. ഇവിടെ നാം വായിച്ചു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടം എന്തില്ല, സാരമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനെ നമ്മിൽ ഒരു തേജസ് വെളിപ്പെടാൻ പോകുകയാ.
ആമേൻ. നാം വായിച്ച മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം വായിച്ചു. ആമേൻ. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ വരും. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വ്യക്തമാണ്. അതേ ഹല്ലേലൂയ. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ആമേൻ ഹല്ലേലൂയ ലേഖനം എഴുതുമ്പോൾ നാം അവിടെ വായിക്കുന്നു 3-ാം അധ്യായത്തിന്റെ 1 മുതലായ വാക്യങ്ങൾ വായിച്ചാൽ ഒരു നീണ്ട ലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അതെല്ലാം കൂടി ഇന്ന് രാത്രി മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചൊന്ന് പറഞ്ഞു വിടാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യർ ആമേൻ ഹൃദയസ്നേഹികളും വാൻപു പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദേവ്യാഗ്രഹികളും ദൈവത്തിന് സ്തോത്രം അഹങ്കാരികളും ദൂഷകന്മാരും അനുസരണം കെട്ടവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അതീന്ദ്രന്മാരും ആമേൻ ഉഗ്രന്മാരും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സൽഗുണദോഷികളും ദ്രോഹികളും ദാസ്യക്കാരും ആമേൻ നിഗളികളും ദൈവപ്രിയമില്ലാത്തവരും ആമേൻ രോഗികളും ദേശഭക്തരുമായി ആമേൻ തീരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആമേൻ ഹല്ലേലൂയ. അതേ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ വ്യക്തമായി പറയുകയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നോഹയുടെ കാലത്തെ പോലെ തന്നെ നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് നാം ചിന്തിച്ചാൽ അവിടെ നാം കാണുന്നു ദൈവത്തിന് സ്തോത്രം മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അവന്റെ ഹല്ലേലൂയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവന്റെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ അവൻ പലതും ചെയ്തു കൊണ്ടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ദൈവത്തെ മറക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയെ നാം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ഇന്ന് ആളുകൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആളുകൾ ദൈവത്തിന് സ്തോത്രം വലിയ വലിയ പട്ടണങ്ങളിൽ ഹല്ലേലൂയ കുടിയേറി പാർത്ത് ആമേൻ പട്ടണ സൗകര്യത്തിലും പട്ടണത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആ നഗരത്തിന്റെ ആമേൻ ഭംഗിയിലുമൊക്കെ ആമേൻ ആശ്രയിച്ച് ജീവിക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗ്രാമങ്ങൾ വിട്ട് ജനം പട്ടണങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം പേര് വലുതാക്കാൻ സ്വന്തം ആമേൻ ഹല്ലേലൂയ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ സ്തോത്രം. ഈ കാലത്ത് കൊണ്ട് അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ നാം ചിന്തിക്കുന്നത് പോലെയല്ല നാം കാണുന്നത് പോലെയല്ല ഈ ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ആമേൻ ഹല്ലേലൂയ. ഒരു ആമേൻ ഹല്ലേലൂയ കുതിരയെ ചമയിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു കടിഞ്ഞാണുള്ളത് പോലെ ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലായി ഈ ലോകത്തിന്റെ കടിഞ്ഞാൺ. പക്ഷെ എവിടെയൊക്കെയോ കടിഞ്ഞാൺ അയഞ്ഞു ആമേൻ ലോകം ഹല്ലേലൂയ എന്ത് സംഭവിക്കുമെന്നറിയാതെ ആമേൻ എവിടെ മൂക്കുകുത്തി വീഴുമെന്നറിയാതെ ആമേൻ നെട്ടോട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു ദൈവത്തിന് സ്തോത്രം തന്നിഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം മനുഷ്യൻ ഹല്ലേലൂയ ജീവിച്ചത് കൊണ്ട് ആമേൻ മനുഷ്യൻ പ്രവർത്തിച്ചത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ അവർക്ക് ദൈവസന്നിധിയിൽ വരാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഇന്നത്തെ തലമുറയെ നാം എടുത്തു നോക്കിയാൽ ആമേൻ അവരവർക്ക് ബോധിച്ചതുപോലെ അവരവരുടെ ഇഷ്ടം പോലെ ആമേൻ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇഷ്ടപ്പെട്ടവരെ ആമേൻ ഹല്ലേലൂയ തിരഞ്ഞെടുക്കുക. ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കുക. അന്നത്തെ കാലത്ത് കൊണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നവരെ വിവാഹം കഴിക്കും. ഇഷ്ടപ്പെട്ടവരെ ആമേൻ തിരഞ്ഞെടുക്കും. ആമേൻ കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ ഹല്ലേലൂയ മെച്ചമായതാണെന്ന് തോന്നുന്ന ഒന്നിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനെ ആമേൻ കിട്ടുമ്പോൾ ആമേൻ ഹല്ലേലൂയ കൂടുള്ളതിനെ കളഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം ആമേൻ അടുത്തതിനെ ഹല്ലേലൂയ അന്വേഷിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ ഇങ്ങനെ ലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാ. ലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാ. നാം ദൈവവചനം പഠിച്ചാൽ കാണുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ ആമേൻ ഹല്ലേലൂയ പാപം അതിന്റെ ശക്തിയോടെ തല ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. സാത്താന്യ ശക്തികൾ അതിന്റെ ആമേൻ ശക്തിയോടെ തല ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. അത് നിമിത്തമായി ആമേൻ ഹല്ലേലൂയ മദ്യപാനം വർദ്ധിക്കുന്നു. ആമേൻ ഹല്ലേലൂയ പ്രതികാര ചിന്തകൾ വർദ്ധിക്കുന്നു. മനുഷ്യൻ രക്തദാഹികളായി തീരുന്നു. ആമേൻ മനുഷ്യന് പാപം ചെയ്യുന്നതിന് ഒരു അറപ്പും വെറുപ്പും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാ. ആമേൻ നോഹയുടെ കാലഘട്ടത്തിൽ ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് പറയുകയാ നോഹയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം അധർമ്മികളോടുകൂടെ അധമന്മാരോടുകൂടെ ആമേൻ പട്ടുപോകാതിരിക്കേണ്ടതിന് ആമേൻ നോഹ ദൈവത്തിന്റെ ആലോചനയെ ഏറ്റെടുത്ത് ഭക്തിയോടെ നടന്നതുകൊണ്ട് ഭക്തിയോടെ ജീവിച്ചത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ ലോകത്തോടുകൂടി അവൻ പട്ടുപോകുവാൻ ലോകത്തോടുകൂടെ പട്ടുപോകുവാൻ നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ തലമുറയെ നോക്കിയാൽ
ഈ തലമുറയെ പഠിച്ചാൽ ദൈവത്തിന്റെ പൈതലെ മനുഷ്യൻ സ്വസ്നേഹികളാണ്, മനുഷ്യൻ വമ്പ് പറയുന്നവരാ, അത് പെരുകിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താ പറയാൻ പോകുന്നേ, എന്താ പ്രവർത്തിക്കാൻ പോകുന്നെന്നോ ആമേൻ ഹല്ലേലൂയ പലപ്പോഴും ചിന്തിക്കാൻ കഴിവില്ലാത്ത വിധം ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഇന്നത്തെ യുവതലമുറയെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ദൈവത്തിന് സ്തോത്രം മദ്യപാനം വർദ്ധിച്ചു, മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പകയും വിദ്വേഷവും വർദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പല കുടുംബങ്ങളെയും എടുത്തു നോക്കിയാൽ സ്വത്തിനും പണത്തിനും വേണ്ടി ആമേൻ മനുഷ്യന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി, മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെ പോലും കൊന്നു ആമേൻ തള്ളുന്നതിന് ഒരു അറപ്പും ഉളുപ്പുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാ. ഓരോ ദിവസത്തെയും ആമേൻ ഹല്ലേലൂയ ന്യൂസ് ചാനലുകളും ആമേൻ ദൈവത്തിന് സ്തോത്രം ആമേൻ ദിനപത്രങ്ങളും നാം എടുത്തു നോക്കിയാൽ ദൈവത്തിന്റെ ബന്ധനെ നാം ലജ്ജിച്ചു തല താഴ്ത്തുകയാ. ആമേൻ ഹല്ലേലൂയ. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ചെറിയ കൂട്ടം അവിടങ്ങളിലുണ്ട്. അവർ കരയുന്നത് കൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ പലരും രക്ഷപ്പെടുന്നത്, പലരും വിടുവിക്കപ്പെടുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതൊരു വല്ലാത്ത തലമുറയാ. ഈ തലമുറയെ കുറിച്ച് പറയുന്നു, ഈ തലമുറ വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. ഈ തലമുറയിൽ അനന്യരായി പരമാർത്ഥികളായി നിഷ്കളങ്കരായി നാം ദൈവത്തെ സേവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവഭയം കുറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആമേൻ ഓടിക്കൊണ്ടിരിക്കുകയാ. കോടതി വ്യവഹാരങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാ. ദൈവത്തിന് സ്തോത്രം. കൗൺസിലിംഗ് സെന്ററുകൾ ഇന്ന് വർദ്ധിച്ചു വരികയാ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ഹല്ലേലൂയ, ഇന്ന് ഡൈവോഴ്സുകൾ പെരുകുകയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് 2 ദിവസമാകുന്നതിന് മുന്നേ പിരിയുന്നു. വിവാഹം കഴിഞ്ഞ് ആമേൻ 10-25 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ മക്കൾ വിവാഹപ്രായമായി കഴിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ മാതാപിതാക്കൾ തമ്മിൽ പിരിയുന്നു. ഇങ്ങനെ പോകുന്നു ലോകത്തിന്റെ ഗതി, ഇങ്ങനെ പോകുന്നു ലോകത്തിന്റെ അവസ്ഥ, ഇങ്ങനെ ലോകം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ സ്തോത്രം ഒന്നേ ഉള്ളൂ. ആമേൻ ചില വിശുദ്ധന്മാര് ദൈവം ആമേൻ ഇതിന്റെ എല്ലാം മധ്യത്തിൽ തെരഞ്ഞെടുത്ത് വേർതിരിച്ചു നിർത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേർതിരിക്കപ്പെട്ട ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചാൽ ദൈവത്തിന് സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നു, ഹാബേലും കായീനും അവർ ആമേൻ ഹല്ലേലൂയ അവരുടെ വിഷയം തുടങ്ങിയത് ആരാധനയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആമേൻ ഹല്ലേലൂയ ആരാധനയിലും വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരാള് ആമേൻ ഒന്ന് കൂടുതൽ സ്തോത്രം പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളിന് അരാജകത്വമാണ്. ഒരാൾ ഒരു പാട്ട് പാടിയാൽ കൂടെ പാടാൻ ആമേൻ ഹല്ലേലൂയ ബുദ്ധിമുട്ടാ. ഒരാൾ ദൈവവചനം പ്രസംഗിച്ചാൽ ആമേൻ സ്റ്റേജിൽ ഇരിക്കുന്നവർ, കൂടെ ഇരിക്കുന്ന ആമേൻ അഭിഷിക്തന്മാർക്ക് പോലും ആമേൻ കേട്ട വചനത്തിന്റെ മുൻപിൽ ഒരു സ്തോത്രം പറയാൻ അറപ്പുള്ള കാലമാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മുന്നില് ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നു. ആമേൻ ചിലത് സംഭവിക്കുന്നതിന്റെ മുന്നോടിയാ. മനുഷ്യൻ സ്വസ്നേഹികളായി ആമേൻ ഹല്ലേലൂയ തങ്ങളെ തന്നെ ആമേൻ ഹല്ലേലൂയ പൈശാചിക ശക്തികൾ കടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ആമേൻ ഈ കൊച്ചു കേരളത്തിൽ പോലും നടക്കുന്ന വിഷയങ്ങൾ ആമേൻ നമ്മെ ഞെട്ടിപ്പിക്കുന്നു, നമ്മെ നാണം കെടുത്തുന്നു, നമ്മെ അപമാനിക്കുന്നു. ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ട് ഈ കൊച്ചു കേരളം പോലും ആമേൻ കടിഞ്ഞാണ് നഷ്ടപ്പെട്ട അനുഭവത്തിൽ, ആമേൻ ചൂക്കാൻ നഷ്ടപ്പെട്ട അനുഭവത്തിൽ, ആമേൻ എവിടെയും അസമാധാനം, എവിടെയും അസഹിഷ്ണുത, എവിടെയും കൊലപാതകങ്ങൾ, എവിടെയും പിടിച്ചുപറികൾ, എവിടെയും കൈവെട്ടുന്നു, എവിടെയും കാല് വെട്ടുന്നു, എവിടേക്കാണ് ലോകം പോകുന്നതെന്ന് അറിയാൻ കഴിയാതെ ആമേൻ ഭീതിയുടെ അവസ്ഥയിൽ ഭയത്തോടെ ആയിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില് ഇതിന്റെ നടുവിൽ നാം ഒന്ന് ഉണരണം. ദൈവത്തിന് സ്തോത്രം. എല്ലാരും തണുത്ത് ഉണർന്നിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. നാം ഒന്ന് ഉണർന്നേ മതിയാകൂ. നാം ഒന്ന് ദൈവസന്നിധിയിൽ ആമേൻ മടങ്ങി വന്നേ മതിയാകൂ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ എന്ന പിതാക്കന്മാരെ പോലൊരു നല്ല കാലം, ആമേൻ പിതാക്കന്മാരെ പോലൊരു നല്ല കാലം എന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ. ആമേൻ പെന്തക്കോസ്തിന്റെ പാരമ്പര്യം ഒന്നും പറയാനില്ലെങ്കിലും ആമേൻ ഇന്ന് രാത്രി ഞാൻ ഭയത്തോടെ വിളിച്ചു പറയാ, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഇറങ്ങി തിരിച്ച നാളിൽ ആമേൻ പലതും പറയാനുണ്ടായിരുന്നു. പക്ഷെ ഒന്നേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. ഒരു ഓട്ടക്കളത്തിൽ ആമേൻ ഒരു കിരീടത്തിന് വേണ്ടി ഓടുന്ന, ആമേൻ ഒരു സമ്മാനത്തിന് വേണ്ടി ഓടുന്ന ഒരു യോദ്ധാവിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആമേൻ പുറകിൽ കേൾക്കുന്ന ശബ്ദം ആമേൻ
ഇരുവശങ്ങളിലും കേൾക്കുന്ന ശബ്ദം ഒരുപക്ഷേ ഹല്ലേലൂയ പുറകോട്ട് വലിക്കുന്നതാണെങ്കിലും നിരാശപ്പെടുത്തുന്നതാണെങ്കിലും ആമേൻ ഹല്ലേലൂയ സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും ആമേൻ ഹല്ലേലൂയ ആ മത്സരാർത്ഥിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വല്ലവിധേന തന്റെ ബിരുദം പ്രാപിക്കണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവേദനേ ആമേൻ ഹല്ലേലൂയ ഒരുപക്ഷെ കൂടെ വളർത്താമെന്ന് പറയുന്നവർ, കൈത്താങ്ങാമെന്ന് പറയുന്നവർ, ആമേൻ ആദരിക്കാമെന്ന് പറയുന്നവർ, എന്നും നിന്റെ കൂടെ ആമേൻ നിൽക്കാമെന്ന് പറയുന്നവർ പലരും പിന്മാറി പോകുമ്പോൾ ഇന്ന് രാത്രിയിൽ ആരൊക്കെ പിന്മാറിപ്പോയാലും, ആരൊക്കെ പാപത്തിനടിമപ്പെട്ടാലും, ആരൊക്കെ അധർമ്മം പ്രവർത്തിച്ചാലും, ആരൊക്കെ അനീതി കൊണ്ട് സത്യത്തെ തടുത്താലും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതിശക്തമായ രീതിയിൽ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, രാജ്യത്തോട് നിൽക്കുന്നു. ആമേൻ ഹല്ലേലൂയ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ എവിടെയെങ്കിലായി ഉണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ഒരു ഹല്ലേലൂയ ആഴ്ചയ്ക്ക് മുൻപേ നമ്മുടെ കേരളത്തെ വളരെ ദുഃഖിപ്പിച്ച ഒരു സംഭവം എന്റെ ചിന്തയിൽ വരികയാണ്. ആമേൻ ഹല്ലേലൂയ, രാവിലെ ഉണർന്നപ്പോൾ നാം കേട്ടു ഒരു കൂട്ടം പാവപ്പെട്ട മനുഷ്യർ ആമേൻ ഹല്ലേലൂയ ഒരു രാത്രി കൊണ്ട് ആമേൻ ഒഴുകി പോകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഒരു രാത്രി കൊണ്ട് മണ്ണിന്റെ അടിയിൽ പോകുവാനിടയായി. ആമേൻ എത്രയോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, എത്രയോ ഹല്ലേലൂയ അപ്പനമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു, എത്രയോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, എത്രയോ ഭർത്താക്കന്മാർക്ക് അവരുടെ സഹോദരങ്ങളെ സഹോദരിമാരെ, എത്രയോ കുടുംബങ്ങളിൽ ആമേൻ വലിയ നിലവിളി ഉയർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കയ്യില് നമ്മൾ അവരെക്കാൾ ഒട്ടും ആമേൻ മാന്യതയുള്ളവരോ ശ്രേഷ്ഠതയുള്ളവരോ ആയിട്ടല്ല നമ്മളെ ഇതുപോലെ ഒഴുക്കിക്കൊണ്ടു പോകാനത് ആമേൻ ദൈവത്തിന്റെ കൃപ കൊണ്ടാ, ദൈവത്തിന്റെ കരുണ കൊണ്ടാ. അത് കഴിഞ്ഞ് നാം കേൾക്കുവാനിടയായി ആമേൻ വളരെ പ്രാഗൽഭ്യമുള്ള ആമേൻ കല്ലേലി പരിചയമുള്ള ആമേൻ വിദഗ്ധനായ ആമേൻ കല്ലേലി പൈലറ്റ് ആണ്. ആമേൻ കല്ലേലിയ ആ ഫ്ലൈറ്റ് ഓടിച്ചതെങ്കിലും ആമേൻ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഫ്ലൈറ്റ് ആമേൻ 2 കഷ്ണമായി തീരാനിടയായി. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം. ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം ആമേൻ കുഞ്ഞെ നിന്നെ യാത്രയിൽ പരിപാലിച്ചില്ലെങ്കിൽ, നീ ആകാശത്തിൽ കൂടെ പോയാലും, നീ കരയിൽ കൂടി പോയാലും, നീ സൈക്കിളിൽ യാത്ര ചെയ്താലും, നീ ഹല്ലേലൂയ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും, ട്രെയിനിൽ യാത്ര ചെയ്താലും, എവിടെ യാത്ര ചെയ്താലും ദൈവം നിന്നെ പരിപാലിക്കുന്നില്ലെങ്കിൽ, ദൈവം നിന്നെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവം നിന്നെ കരുതുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ശക്തമായി ദൈവാത്മാവിൽ വിളിച്ചു പറയാ ആമേൻ ഹല്ലേലൂയ, നീ തകർന്നു പോകും, നീ തകർന്നു പോകും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വ്യക്തമാ, ചില മുന്നറിയിപ്പുകൾ, ചില മുൻകരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ശത്രുരാജ്യത്തെ തോൽപ്പിക്കുവാൻ, ശത്രുരാജ്യത്തെ നിർമൂലനം ചെയ്യുവാൻ, ശത്രുരാജ്യത്തെ ഇല്ലാതാക്കുവാൻ ആമേൻ സമ്പന്ന രാജ്യങ്ങളുടെ കയ്യിൽ, ആമേൻ സമ്പന്ന രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമല്ല ദരിദ്ര രാജ്യങ്ങളിൽ പോലും ആമേൻ ഹല്ലേലൂയ പട്ടിണിയാണെങ്കിലും ആമേൻ ആയുധങ്ങൾ വാരി കൂട്ടുകയാ, ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുകയാ, അണുബോംബുകളും ആറ്റം ബോംബുകളും ആമേൻ ഇന്ന് ഹല്ലേലൂയ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അണുബോംബും ആമേൻ ആറ്റം ബോംബും വാരി കൂട്ടിയ, ആയുധങ്ങൾ പണിതു കൂട്ടിയ, ആമേൻ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ആമേൻ വാങ്ങിച്ചു കൂട്ടിയ, ആമേൻ സമ്പന്ന രാഷ്ട്രങ്ങൾ മുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആമേൻ ചെറിയ രാജ്യങ്ങൾ വരെയുള്ള ആമേൻ ഹല്ലേലൂയ അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനും ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരുത്തർക്കും ഹല്ലേലൂയ ദൈവം അയച്ച ഒരു അണുവിനെ ആമേൻ ഇന്ന് ഭൂമിയിൽ മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരണുവിനെ ആമേൻ നിർമൂലനം ചെയ്യാനോ, ഒരണുവിനെ നിർജീവമാക്കുവാനോ, ആമേൻ അതിന് പ്രതിവിധി കണ്ടുപിടിക്കുവാനോ, അതിന് മരുന്ന് കണ്ടുപിടിക്കുവാനോ, വാക്സിൻ കണ്ടുപിടിക്കുവാനോ ഒന്നും കഴിയത്തില്ല. കാരണമുണ്ട്, മനുഷ്യൻ വിചാരിച്ചു എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ശക്തി കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് ഞാൻ എന്തും നേടും, ഞാൻ എന്തും പിടിച്ചെടുക്കും, ഞാൻ എന്തും ഹല്ലേലൂയ ചെയ്തെടുക്കുമെന്ന്
മനുഷ്യൻ ചിന്തിച്ചതാ. പക്ഷേ ആമേൻ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചില കാര്യങ്ങൾക്ക് ആമേൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയത്തില്ല. ചില കാര്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. ചില കാര്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ആമേൻ കല്ലിൽ തടുക്കാൻ കഴിയത്തില്ല. എന്ന് രാത്രിയിൽ ദൈവത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ ഇതൊക്കെയാണെങ്കിലും ദൈവത്തിന് സ്തോത്രം. ആമേൻ ഇതൊക്കെയാണെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം. കൊലപാതകങ്ങൾ പെരുകിയാലും, ഇടിച്ചുപറി വരികയാലും, ആമേൻ അക്രമങ്ങൾ പെരുകിയാലും, ആമേൻ ഇതൊക്കെയാണെങ്കിലും മയക്കുമരുന്ന് വരികയാലും, എന്തു വരികയാലും എനിക്ക് ദൈവത്തിന് സ്തോത്രം സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഹല്ലേലൂയ. ഇന്ന് സുവിശേഷത്തിന് പോലും ആമേൻ തടയിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ഇപ്പം ആമേൻ ചില മാസങ്ങളായി നമുക്കറിയാം, ഈ മാർച്ച് മാസത്തിന്റെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 8-ാം തീയതി കഴിഞ്ഞതിൽ പിന്നെ പല ആരാധനാലയങ്ങളും ഒട്ടഞ്ഞു കിടക്കുകയാണ്. ആമേൻ പല പള്ളികളും അടഞ്ഞു കിടക്കുകയാണ്. ആമേൻ പല ആമേൻ ഹല്ലേലൂയ അതേ ആമേൻ ഹല്ലേലൂയ ആരാധനാ ഇടങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ പിശാച് ആരാധനാലയങ്ങളെല്ലാം അടച്ചപ്പോൾ ആമേൻ ദൈവം വേറൊരു പദ്ധതി ചെയ്തു. വീടുകളെല്ലാം ആരാധനാലയങ്ങളായി. ആമേൻ വീട്ടിൽ ആരാധിക്കാത്തവർ ഇപ്പൊ വീട്ടിൽ ആരാധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടായ്മയ്ക്ക് പോയിട്ട് വന്നാൽ പിന്നെ കുടുംബ പ്രാർത്ഥനയില്ല. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നാൽ പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയില്ല. അങ്ങനെ കൂട്ടായ്മകളും പ്രാർത്ഥനകളും കൂടിവരവുകളും ഒക്കെ മുടങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമേൻ കുഞ്ഞെ നിനക്ക് രക്ഷപ്പെടാൻ ഒരല്പസമയം ദൈവം വെച്ചിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആമേൻ നിനക്ക് ഒരുങ്ങാനുള്ള സമയമാ, നിനക്ക് തയ്യാറെടുക്കാനുള്ള സമയമാ. ആമേൻ മത്തായി തന്നെ പറയുന്നു, ഇതെല്ലാം ഹല്ലേലൂയ യുദ്ധങ്ങളെ കുറിച്ച് നാം കേൾക്കുമ്പോൾ, ക്ഷാമങ്ങളെ കുറിച്ച് നാം കേൾക്കുമ്പോൾ, ആമേൻ ഭൂകമ്പങ്ങളെ കുറിച്ച് നാം കേൾക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ ഒന്നോർത്ത് കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ ചിലത് സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായി, ചിലത് സംഭവിക്കാൻ പോകുന്നതിന്റെ ആമേൻ ഹല്ലേലൂയ അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുന്ന വിഷയങ്ങളാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഇവിടെ പൗലോസ് ഹല്ലേലൂയ ചില മുന്നറിയിപ്പുകൾ തരികയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ പീഡകൾ വർദ്ധിച്ചു. ആമേൻ കല്ലിൽ കൊടും പീഡകൾ. ആമേൻ കല്ലിൽ ദ്രവ്യാഗ്രഹം മൂത്ത് ആമേൻ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു കൂട്ടുന്ന അഴിമതികൾ പെരുകിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ ദൈവവചനം പഠിച്ചാൽ ദ്രവ്യാഗ്രഹം നിമിത്തം ആമേൻ കല്ലിൽ അനേകർ വീണുപോയിട്ടുണ്ട്. ആമേൻ കല്ലിൽ നാം പഴയ നിയമം പഠിക്കുമ്പോൾ ഒരു ആഖാൻ ദ്രവ്യാഗ്രഹം നിമിത്തം പോകുവാനിടയായി. ആമേൻ കല്ലിൽ നാം യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ആമേൻ ഹല്ലേലൂയ യുദ്ധത്തിന് പോയപ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടുത്തെ ശപഥാർത്ഥ വസ്തുക്കൾ ഒന്നും എടുക്കരുതെന്ന് പ്രമാണം കൊടുത്താ വിട്ടെ. പക്ഷേ ആമേൻ ഹല്ലേലൂയ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചില സ്വർണവും വെള്ളിയും ആമേൻ ചില അങ്കിയും ഹല്ലേലൂയ ചില നല്ല കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ആരും കാണാതെ ആരും അറിയാതെ കുറച്ചെടുത്ത് പോക്കറ്റിൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ ആ പുള്ളിയോർത്ത് ആരും കണ്ടില്ലെന്നോ. ആമേൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂതി ഞാൻ പറയാം. ആരും കാണാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ആമേൻ ഹല്ലേലൂയ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായ ആമേൻ ഹല്ലേലൂയ ശമൂവേലിനെ ആമേൻ ശൗലിനെ ദൈവം ആമേൻ ആ രാജ്യത്തിന്റെ സിംഹാസനം ഏൽപ്പിച്ച് രാജാവാക്കി കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം അവനെ ഓർത്ത് ദുഃഖിക്കാനിടയായി. മനുഷ്യ നിന്നെ ഓർത്ത് ദൈവം ദുഃഖിക്കുക, നിന്റെ പ്രവർത്തികളെ ഓർത്ത് ദൈവം ദുഃഖിക്കുകയാ. ആമേൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ വചനം ഇങ്ങനെ ധ്യാനിച്ച് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞു നിർമൂലമാക്കണമെന്ന്, എല്ലാത്തെയും നിർമൂലമാക്കണം. ആമേൻ കരുണ തോന്നരുത്. ഒരിക്കൽ യോശുവയോടും ആമേൻ ഹല്ലേലൂയ അതേ ആമേൻ ദൈവം പറഞ്ഞു ആമേൻ കല്ല് ഇവരെ കൊണ്ട് പോന്നൊക്കെ കൊള്ളാം. ആമേൻ ഹല്ലേലൂയ ഇവരെ നിന്റെ കൂടെ നിർത്താൻ കൊള്ളാവുന്നതിനെയൊക്കെ എന്ത് ചെയ്യാവൂ, നിർത്താവൂ. ഗിദെയോനോടും പറഞ്ഞു ഭയവും ഭീരുത്വം ഉള്ളവരെയൊക്കെ എന്ത് ചെയ്തേക്കണം, പറഞ്ഞങ്ങ് വിട്ടേക്കണം. ഇവര് നിന്റെ കൂടെ വന്നാൽ ഇവര് വീമ്പ് പറയും. ആമേൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നോണ്ടാ യുദ്ധം ജയിച്ചത്. ആമേൻ ചിലരുടെ ഒക്കെ ചിന്ത ഞാൻ പറയാം. ആമേൻ ഞാൻ സഭയിൽ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഞാൻ പാടിയില്ലെങ്കിൽ ആമേൻ ഉണർവുണ്ടാകത്തില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ഇതുപോലെ ആമേൻ ശുശ്രൂഷിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അന്ന് രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് ആമേൻ ഹല്ലേലൂയ ആ ഒരു സഹോദരൻ ഒരു ദൈവദാസന്റെ ആമേൻ മകനാണ്. പക്ഷേ ആമേൻ കൂട്ടുകെട്ടിൽ അകപ്പെട്ട താന് ആമേൻ ഹല്ലേലൂയ അരുതാത്ത ചില പ്രവൃത്തികളിൽ കുടുങ്ങി വഷളായി പോകുവാനിടയായി. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന ഒരു പൈശാചിക ശക്തി അഴിഞ്ഞ് അദ്ദേഹം സ്വാതന്ത്ര്യം പ്രാപിപ്പാനിടയായി. അത് കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ഒരാൾ വന്ന് പറഞ്ഞു ഹല്ലേലൂയ ഈ ആമേൻ ഉണർവിന്റെ എല്ലാം പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ, എന്റെ ഡ്രമ്മടിയാണ്.
ദൈവത്തിന്റെ സ്തോത്രം. എന്റെ പാട്ടാ, എന്റെ കയ്യടിയാ, എന്റെ പ്രാർത്ഥനയാ. ഇല്ല കുഞ്ഞെ, തെറ്റിപ്പോയി. നീ ഡ്രം അടിച്ചില്ലെങ്കിലും, നീ പാടിയില്ലെങ്കിലും, നീ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചില്ലെങ്കിലും, വേറെ 10,000 അപ്പുറത്ത് കിടപ്പുണ്ട്, വേറെ അനേകായിരങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട്. ആമേൻ. നീ ചെയ്യാത്തതോടെ അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. നീ ചെയ്യേണ്ടതോടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് കുടുംബ ട്രസ്റ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ, കുടുംബ സഭകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ, ആമേൻ. കുടുംബ ബാങ്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് വേണ്ട, എല്ലാ മേഖലയിലും, ഈവൻ സുവിശേഷ പ്രവർത്തനങ്ങൾ പോലും, സുവിശേഷ ആമേൻ ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ ഘോഷണത്തിൽ പോലും കുടുംബ ആമേൻ ഹല്ലേലൂയ കുടുംബ മഹിമ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നാം നമ്മെ തന്നെ ഉയർത്തുകയല്ല. മോശ മരുഭൂമിയിൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ, ഒരു യോഹന്നാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ആമേൻ വഴിയൊരുക്കിയതുപോലെ, ആലയത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ, ആലയത്തിൽ ഇല്ലാത്ത സാന്നിധ്യം മരുഭൂമിയിൽ ഉണ്ടെന്നറിഞ്ഞ യോഹന്നാൻ മരുഭൂമിയിൽ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കിയതുപോലെ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എവിടെയൊക്കെയോ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ പരാജയങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നാം അതെല്ലാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതേ അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഹല്ലേലൂയ പറയുന്ന ഒരു വാക്യം വേഗത്തിൽ നമുക്ക് വായിക്കാം. ആമേൻ ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ ആമേൻ തീമോഥെയോസിന് എഴുതിയ ലേഖനം ആമേൻ അതിന്റെ ആമേൻ ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ ആമേൻ ഹല്ലേലൂയ അവസാനത്തെ 1-2 വാക്യം കൂടെ വേഗം വായിക്കാം. അവസാനം എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. മതി. ഇവിടെ ആമേൻ നാം വായിച്ചു, എല്ലാ തിരുവെഴുത്തും ദൈവം നിശ്വാസ്യമാണ് എന്ന് പറഞ്ഞാൽ ആമേൻ ഈ ദൂത് ഇത് ദൈവം നിശ്വാസ്യമാണ്. ഇത് ദൈവം മുന്നേ അറിയിക്കാൻ പ്ലാൻ ചെയ്തതാ. ഇത് ദൈവം നിന്നോട് പറയാൻ തമ്പുരാൻ ഇഷ്ടപ്പെട്ടതാ. അതുകൊണ്ടാ ഇവിടെ പൗലോസ് പറയുക ആമേൻ ഹല്ലേലൂയ ഇത് ദൈവം നിശ്വാസ്യമാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിന്റെ മടങ്ങി വരവിനോ, നിന്റെ യഥാസ്ഥാനത്തിനോ, നിന്റെ ശുദ്ധീകരണത്തിനോ, നിനക്ക് കർത്താവിനെ എതിരേൽക്കാനൊന്ന് ആമേൻ അതെ നിന്റെ നാഥൻ വരുന്നത് കൊണ്ട്, നിന്റെ രാജാവ് വരുന്നത് കൊണ്ട്, ആമേൻ നിന്റെ രക്ഷകൻ വരുന്നത് കൊണ്ട്, ഒരിക്കൽ അവൻ നിന്റെ രക്ഷയ്ക്കായി വന്നെങ്കിൽ ഇനി അവൻ വരുന്നത് നിന്നെ രക്ഷിക്കാനല്ല, ഇനി അവൻ വരുന്നത് നിന്റെ പാപങ്ങൾക്ക് ശിക്ഷ വിധിക്കാനാ. ആമേൻ സഭയാകാൻ ചേർത്തിട്ട് തനിക്കായി ഒരുങ്ങി നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർത്തിട്ട് ഈ ഭൂമിയെ ന്യായം വിധിപ്പാൻ അവൻ വരികയാണ്. അതുകൊണ്ട് പൗലോസ് പറയുക, ഈ തലമുറയ്ക്ക് ആമേൻ ഹല്ലേലൂയ ലക്ഷ്യമായതിൽ മാനം തോന്നിക്കൊണ്ടിരിക്കുന്ന കാലമാ. ഈ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയാണ്. ഈ തലമുറയിൽ ദൈവത്തിന്റെ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എനിക്ക് ലജ്ജയില്ല, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ഒരു ലജ്ജയുമില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പേരിലെ ആമേൻ സുവിശേഷത്തെ കുറിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല. ആമേൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇന്ന് രാത്രി സുവിശേഷം അറിയിപ്പാൻ, സുവിശേഷത്തിന്റെ വക്താവാകുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ആമേൻ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേര് ഈ ഭൂമിയിലുണ്ട്. ആമേൻ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ആമേൻ ശക്തിയോടെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ, ശക്തിയോടെ ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ, ശക്തിയോടെ ചിലരെ ഒരുക്കുവാൻ ആമേൻ സഭ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം നമ്മെ തന്നെ ഒരുക്കി ആമേൻ അരുമമണവാളന്റെ വരവിന് വേണ്ടി, നമ്മുടെ രക്ഷകന്റെ വരവിന് വേണ്ടി, ആമേൻ മനുഷ്യപുത്രന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ട കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിന് ആമേൻ വേറൊരു പ്രത്യേകതയുണ്ട്. എവിടെ ചെന്നാലും ആമേൻ ഇന്റർനെറ്റുകളും ഹല്ലേലൂയ മാധ്യമങ്ങളും ആമേൻ ഒക്കെ ആമേൻ മനുഷ്യന്റെ എല്ലാം കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കൽ പോലും കണ്ടു പരിചയമില്ലാത്ത ഒരാള് ആമേൻ ഹല്ലേലൂയ ഒരു ഫോൺ പിടിച്ചാൽ മതി, തിരിച്ചറിവില്ലാത്ത പലതും അങ്ങ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ആമേൻ ഹല്ലേലൂയ പോകുന്നത് എങ്ങോട്ടാന്ന് അറിയത്തില്ല, അപ്പനും അറിയത്തില്ല, അമ്മയും അറിയത്തില്ല.
ഇറങ്ങിപ്പോയി ഒന്നുകിൽ എവിടെയെങ്കിലും വിഷമടിച്ച് ജീർണിച്ച ബോഡി കിട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പിൽ ചാടും, അതല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ മുമ്പിൽ ചാടും, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദ്രത്തിലേക്ക് എടുത്തിയാടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ നാം ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം. നാം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരണം. ഹല്ലേലൂയ. സംഗീത പ്രമാണികളുടെ സംഗീത പ്രേമികളുടെ കാലമാ. നമ്മളൊരു വണ്ടിയെ കയറിയാലും നമ്മളൊരു വഴി കൂടെ നടന്നു പോയാലും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ എല്ലാം ചെവിക്കാത്തൊരു ഫോണും ഉണ്ട്, ഒരു ഇയറി ഫോണും ഉണ്ട്. കൈവച്ചിരിക്കുന്ന ഈ ഫോണിനകത്തൂടെ അവര് കേൾക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കാനായിട്ട് നല്ല കാര്യങ്ങളാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധനയിൽ പോലും താളക്കൊഴുപ്പിന്റെ മേടക്കൊഴുപ്പിന്റെ അളവിൽ മാത്രം മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ ദാവീദ് പറഞ്ഞു 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നിനക്ക് തന്ന ശബ്ദം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നിനക്ക് തന്ന ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്ക് തന്ന സാഹചര്യങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്ക് തന്ന വീട്ടിൽ ഇരുന്ന് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. എവിടെയും നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതിരുകളും വരമ്പുകളും ഇല്ല. ഹല്ലേലൂയ. അതിരു വരമ്പുകളെ ഭേദിച്ച അതിരു വരമ്പുകളെ മറികടന്ന് പാപം അതിന്റെ ശക്തിയോടെ, പാപം അതിന്റെ ബലത്തോടെ തല ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. പാപം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാ. പാപത്തിന്റെ ശക്തി കാരണം, പാപത്തിന്റെ ബലം കാരണം, പാപത്തിന്റെ മുഷ്ടി കാരണം അനേകർ വീണുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഈ തലമുറയിൽ വീഴാതെ വണ്ണം ക്രിസ്തുവിന്റെ സന്നിധിയിൽ, മഹിമാ സന്നിധിയിൽ കളങ്കമറ്റവരായി ദൈവ ഭയത്തോടെ നിൽക്കാൻ ദൈവത്തിന്റെ പതിരെ നമുക്കിടയാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവവചനം പഠിച്ചാൽ ദൈവത്തിന് സ്തോത്രം അനേക മർമ്മങ്ങൾ, അനേക രഹസ്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേകര് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ധരിച്ചു കളയുമ്പോൾ, അനേകര് ഭക്തരാണെന്ന് നടിക്കുമ്പോൾ, അനാത്മികരായി, അഭക്തരായി, അനേകര് സ്വന്തം ഇഷ്ടപ്രകാരം നാം വായിക്കുന്നു. ഹല്ലേലൂയ. ഒരു പായസത്തിന്റെ മുൻപിൽ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി ഒരു യേശാവിനെ നാം വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവേദനെ ഇന്ന് ബോധനപ്രിയരുടെ തീറ്റിപ്രിയന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒരു സഭയിൽ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കും. നീണ്ട 21 ദിവസത്തെ ഭയങ്കര ഉപവാസം നടക്കുക. കുറെ പാവപ്പെട്ട ദൈവമക്കളും പാവപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കൂടി ഇരുന്ന് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കുറെ പേര് ആത്മനിറവിൽ ദൈവത്തെ ദൈവത്തിൽ നിന്ന് ചിലർക്ക് പ്രാപിച്ച് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആ സഭയില് ഒരു മാന്യനായ ദേഹം എഴുന്നേറ്റ് 1 മണി കഴിഞ്ഞപ്പം പുള്ളി വാച്ച് പൊക്കി കാണിച്ചു. വാച്ച് നോക്കിയിട്ട് ഇരിക്കുന്ന പാസ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പുള്ളി പോയി കഴിഞ്ഞിട്ട് ഉപവാസ പ്രാർത്ഥന തീരുന്ന അന്ന് ഹല്ലേലൂയ പുള്ളി എന്ത് ചെയ്തെന്ന് അറിയാമോ? ഒരൊടക്കുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. 21 ദിവസം ഉപവസിച്ചത് വെറുതെ ആയിപ്പോയി. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. പുള്ളിക്ക് രാവിലെ 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. ഉച്ചയ്ക്ക് 12:50 അല്ലെ 55 ആകുമ്പോൾ ഊണ് കിട്ടണം. 4 മണിക്ക് മുമ്പ് പുള്ളിക്ക് ചായ കിട്ടണം. ഹല്ലേലൂയ. പുള്ളി കഴിക്കുന്ന പുള്ളി അവസാനം പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു പുള്ളി ആഹാരത്തെക്കാൾ കൂടുതൽ കഴിക്കുന്നത് ഗുളിയാ. ദൈവത്തിന്റെ സ്തോത്രം. മരുന്നാ. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ ഓർക്കാം. 5 മിനിറ്റോ 10 മിനിറ്റോ ദൈവസന്നിധിയിൽ കൂടിപ്പോയാൽ വഴക്കുണ്ടാക്കുന്നവരും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൂട്ടായ്മകളെ അലക്ഷ്യമാക്കുന്നവരും ആരാധനകളെ ഉപേക്ഷിക്കുന്നവരും പ്രാർത്ഥനകളെ മാറ്റിവെക്കുന്നവരും ഒക്കെ ഓർക്കുക. ഒരു ദിവസം നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, സമയത്ത് നിനക്ക് ഭക്ഷണം തരാൻ ആള് കാണത്തില്ല, സമയത്ത് നിന്നെ ശുശ്രൂഷിക്കാൻ ആള് കാണത്തില്ല, സമയത്ത് നിനക്കൊരു നിന്നോട് കരുണ കാണിക്കാൻ ആരും കാണാതെ നിന്റെ കൈയും കാലും ഒക്കെ ബന്ധിച്ച് ഐസിയു കയറ്റുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കിഡ്നി പോയി, ഹാർട്ട് പോയി, കരട് പോയി, അത് പോയി, ഇത് പോയി, ഹല്ലേലൂയ. അത് ഡാമേജായി, ഇത് ഡാമേജായി എന്ന് പറഞ്ഞ് കേട്ടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ആഡംബര പ്രിയരോട്, ഭക്ഷണ പ്രിയരോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നീ ഒത്തിരി കഴിച്ചില്ലേ, നീ ഒത്തിരി ഭക്ഷണം കഴിച്ചില്ലേ, ഭക്ഷണം കുറച്ചിട്ട്, ആഹാരം കുറച്ചിട്ട് ഈ ദിവസങ്ങളിൽ
ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ജാഗരിച്ചു പ്രാർത്ഥിപ്പാൻ, ആമേൻ ഹല്ലേലൂയ, അതേ മനുഷ്യപുത്രന്റെ വരവിനെ എതിരേൽപ്പാൻ, ആമേൻ ഈ ദിവസങ്ങളിൽ ഭക്തികെട്ട ആമേൻ ഹല്ലേലൂയ സകലതും ഉപേക്ഷിച്ചിട്ട് ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളോട് വിട പറഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ചാടിരിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എവിടെയും അസമാധാനം, എവിടെയും സ്വസ്ഥത നഷ്ടപ്പെടുന്നു, എവിടെയും ദൈവത്തിന് സ്തോത്രം ആമേൻ വഷളത്വം പ്രബലപ്പെടുന്നു. ആമേൻ ഹല്ലേലൂയ ക്രിസ്ത്യാനികൾ ആമേൻ കൂട്ടത്തോടെ പീഡിപ്പിക്കപ്പെടുന്നു. ആമേൻ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ കൊന്നൊടുക്കപ്പെടുന്നു. ആമേൻ ക്രിസ്തീയ വിദ്യാർത്ഥികൾ ആമേൻ പഠനത്തിനായി ആമേൻ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോകുന്നു. അവരെയൊക്കെ ആമേൻ പലതിന്റെയും പേര് പറഞ്ഞ് ആമേൻ കൊന്നൊടുക്കുന്നു. ദൈവത്തിന്റെ പൈതലെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. എവിടെയും അസമാധാനമാണ്, എവിടെയും സ്വസ്ഥത ആമേൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. പട്ടിണിയും പരിവട്ടവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ ആമേൻ. ഇതെല്ലാം നോക്കിയിട്ട് ആമേൻ ഹല്ലേലൂയ സുവിശേഷത്തിൽ ആമേൻ നാം വായിക്കുന്നു, ദൈവപുത്രന്റെ വരവെങ്കിൽ, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നോഹയുടെ ജലപ്രളയത്തിന്റെ 2500 വർഷം കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ഏതാണ്ട് ഏകദേശം 2500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ആമേൻ ഈ സമൂഹത്തോട്, ഈ തലമുറയോട് പറയുകയാ, ആമേൻ കുഞ്ഞെ 2500 വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്, പക്ഷേ ആമേൻ അതിനേക്കാൾ വഷളത്വമുള്ള ഒരു തലമുറയായത്, അതിനേക്കാൾ ഹല്ലേലൂയ ആമേൻ കേടായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാ, അതിനേക്കാൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയായത്. അതുകൊണ്ട് നീ മടങ്ങി വരണം, നീ തിരിഞ്ഞു വരണം. എന്റെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കും. അരുമദാതന്റെ മടങ്ങി വരവ് വരാൻ ആമേൻ അതെ ഇനി അധിക സമയങ്ങളില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതല് ആയുധങ്ങൾ വാരിക്കൂട്ടുന്ന ഹല്ലേലൂയ ലോകരാജ്യങ്ങളിൽ ആമേൻ ഹല്ലേലൂയ വലിയ കൊടും ബിൽഡിങ്ങുകൾ പണിതുകൂട്ടുന്ന ലോകരാജ്യങ്ങളിൽ പ്രൗഢിയും ഹല്ലേലൂയ പത്രാസും കാണിക്കുവാൻ, അവരുടെ തലയെടുപ്പ് കാണിക്കുവാൻ, അവരുടെ സമ്പത്തും അവരുടെ ഹല്ലേലൂയ സകലതും ചിലവഴിക്കുന്ന ആമേൻ ലോക രാജ്യങ്ങളിൽ പോലും പട്ടിണിയും പരിവട്ടവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. ദാരിദ്ര്യം വരാൻ പോകുകയാ. ആമേൻ കൊടും ദാരിദ്ര്യത്തിലേക്ക് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ തലയിൽ ചുവന്ന അപ്പം കൊണ്ട് കൊടുത്ത യോസേഫിന്റെ സഹോദരന്മാർക്ക് അവൻ കൊണ്ട് കൊടുത്ത ആഹാരത്തിന് ആമേൻ ഹല്ലേലൂയ വിലയില്ലാതായപ്പോൾ അപ്പം എന്ന കോലിനെ ദൈവശേഷം ഒടിച്ചു കളഞ്ഞു ഒരു യോസേഫിനെ സിംഹാസനത്തിൽ ഇരുത്തിയത് അവന്റെ സഹോദരന്മാർക്ക് വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കണ്ണുനീരൊഴുക്കുന്ന ദൈവ പൈതലേ, കണ്ണുനീരൊഴുക്കുന്ന വിശ്വാസിയെ, ദൈവം അപ്പം എന്ന കോലിനെ ഒടിക്കാൻ പോകുകയാ. ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ മാറാൻ പോകുകയാ. ഇന്നത്തെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആഡംബരങ്ങൾ മാറാൻ പോകുകയാ. ഇന്ന് പലരും കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാ. ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ പറയുന്നു, നിന്റെ ബാങ്കിലെ നിക്ഷേപം ദൈവത്തിന് സ്തോത്രം ബാങ്കിൽ കിടന്നാലും നിനക്ക് എടുക്കാനും കൊടുക്കാനും വാങ്ങാനും വയ്യാത്തൊരു കാലം വരാൻ പോകുകയാ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു വാക്ക് 2 വാക്യങ്ങളൂടെ വായിച്ചിട്ട് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാ. ആമേൻ ഹല്ലേലൂയ. അതേ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ ആമേൻ 15-16 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ആമേൻ. മതി. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ യോഹന്നാൻ ശക്തമായ ഒരു ദൂത് അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം ആമേൻ അതേ 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ തമ്പുരുവും കുഴലും വീണയും ആമേൻ തപ്പും കിന്നരവും ഒക്കെ എടുത്ത് ആമേൻ ദൈവത്തിന് സ്തോത്രം രാജാവ് നിർത്തിയ ബിംബത്തെ, രാജാവ് നിർത്തിയ സ്വർണ്ണക്കട്ടിയെ, രാജാവ് ഉണ്ടാക്കിയ ആമേൻ ഹല്ലേലൂയ സ്വർണ്ണ ബിംബത്തെ ആമേൻ നമസ്കരിക്കേണ്ടതിന് ആമേൻ നമസ്കരിക്കാൻ മനസ്സില്ലാത്തവരും ഈ ആമേൻ കുഴലിന്റെ നാദവും ആമേൻ ഈ തമ്പുരുവിന്റെ നാളവും ഈ ആമേൻ ഹല്ലേലൂയ കൊട്ടിന്റെ വാദ്യഘോഷത്തിന്റെ ഒക്കെ നാളന്റെ ആമേൻ നാദം കേൾക്കുമ്പോൾ അറിയാതെ ഇതിന്റെ മുമ്പിൽ
മുട്ടുകുത്തും. ഇന്ന് രാത്രി ദൈവത്തിലെ ലോകത്തിൽ കേൾക്കുന്ന പല നാദങ്ങളും ലോകത്തിൽ കേൾക്കുന്ന പല ശബ്ദങ്ങളും അന്യാരാധനയിലേക്ക് നിന്നെ ഒരു പക്ഷെ വലിച്ചു കൊണ്ടുപോകാം. എവിടെ നാം വായിച്ചു, അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് അന്തിക്രിസ്തു ഈ ലോകത്തിൽ ഭരിക്കാൻ വരും. അതിനു മുൻപ് സഭ ഇവിടെ എടുക്കപ്പെടും, വിശുദ്ധന്മാർ ഇവിടെ നിന്ന് എടുക്കപ്പെടും. വിശുദ്ധന്മാർ ഇവിടെ നിന്ന് കാഹളം ധരിക്കുമ്പോൾ ആകാശമേഘങ്ങളിൽ വാഹനമേറി വരുന്ന മനുഷ്യപുത്രനോടുകൂടെ അതെ പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഇവിടെ ശേഷിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാതെ വണ്ണം അവരുടെ നെറ്റിമേലോ കൈമേലോ ഒരടയാളം, ഒരു മുദ്രയിൽ കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ നിനക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്, നിനക്ക് വിടുതൽ പ്രാപിക്കാനുള്ള അവസരമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതേ ഭരണം കാലിൽ തീരാൻ സമയമായി. ഈ യുഗം അവസാനിക്കാറായി. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ആമേൻ, മൂലപദാർത്ഥങ്ങൾ ബന്ധനിയും, ആമേൻ, ഹല്ലേലൂയ, പണം മുഴുവനും, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ചിലവഴിച്ച, ആമേൻ, പടുത്തുയർത്തിയ, ആമേൻ, ഹല്ലേലൂയ, വലിയ സംരംഭങ്ങൾ, ആമേൻ, വലിയ കൊട്ടാര സൗധങ്ങൾ, മണിമാളികകൾ, ആമേൻ, ഹല്ലേലൂയ, എല്ലാം തകരാൻ പോകുക. ആമേൻ, നാം വായിക്കുന്ന ആ വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. ആമേൻ, 2 പത്രോസിന്റെ ലേഖനം, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടി വരാം. ആ വാക്യം കൂടെ വായിച്ച് വേഗത്തിൽ ഞാൻ ഇവിടെ നിർത്താൻ പോകുക. 2 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ, ആമേൻ, ഹല്ലേലൂയ, 1 പത്രോസിന്റെ ലേഖനം, ആമേൻ, ഹല്ലേലൂയ, 3-ാം അധ്യായത്തിന്റെ, ആമേൻ, ഹല്ലേലൂയ, വേഗം ആ വാക്യം ഒന്ന് വായിച്ചേ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ആമേൻ. ഇതേ പത്രോസിനെ വേറൊരു ഭാഗത്ത് പറയുന്നു, മൂലപദാർത്ഥങ്ങൾ ആമേൻ കത്തി അമരും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയെ ദൈവം ആമേൻ ഇനിയും പ്രളയത്താൽ നശിപ്പിക്കുകയില്ലെന്നോ, ആമേൻ, ഇനിയും ന്യായം വിധിക്കുന്നെങ്കിൽ ആമേൻ ജലപ്രളയം കൊണ്ടല്ല, ഇനിയും ദൈവം തീ കൊണ്ട് ഭൂമിയെ നശിപ്പിക്കും. ആമേൻ. ഒരു ഭാഗത്ത് നാം വായിക്കുന്നു, അവൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുകയാ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ തീ, ആമേൻ, ഹല്ലേലൂയ, ലോക രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ പടർന്ന് കത്തിപ്പടരുന്ന അനേകരെ ദൈവസഭയിലേക്ക്, വിശുദ്ധന്മാരുടെ നിലയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അന്ത്യകാലമാണിത്. ഇത് അവസാന കാലഘട്ടമാണ്. ഈ യുഗം കൃപായുഗമാണ്. ഇത് കലിയുഗമാണ്. ഇതിനപ്പുറത്തോട്ട് ഇനി ഒരു യുഗമില്ല. ഇതിനപ്പുറത്തോട്ട് ഇനി ഒരു വഴിയില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പേരിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, മൂലപദാർത്ഥങ്ങൾ ബന്ധരിയും. ദൈവത്തിന് സ്തോത്രം. എല്ലാ മണിമാളികകളും എല്ലാ സൗധങ്ങളും, ആമേൻ, ഹല്ലേലൂയ, അതേ രക്ഷപ്പെടാൻ വേണ്ടി പടുതുയർത്തിയിരിക്കുന്ന സകല കോട്ടകളും തകരാൻ പോകുക. ഒരു നിമിഷം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഇന്ന് രാത്രിയിൽ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഇരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ആമേൻ ഒന്ന് സ്വയം ശോധന ചെയ്യാൻ ഏൽപ്പിച്ച് ആമേൻ ഹല്ലേലൂയ കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മദ്യപാനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാ. കൊലപാതകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. മദ്യം കുടിക്കുന്നവരും അത് കുടിപ്പിക്കുന്നവരും ഒക്കെ ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി കുഞ്ഞെ, മദ്യപാനി ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ആമേൻ. കൊലപാതകങ്ങളും ആമേൻ കൊലപാതകന്മാരും അടക്കപ്പെട്ടവരും അശുദ്ധരും ഒക്കെ ഹല്ലേലൂയ നശിച്ചുകൊണ്ടിരിക്കുകയാ. ആമേൻ. അവസാനമായി മലാഖിയിൽ പറയുന്നു, ആമേൻ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല അഹങ്കാരികളും ആമേൻ വേഗത്തിൽ താളടിയാകും. ഇന്ന് രാത്രി ദൈവവേദനേ, അഹങ്കാരികളുടെ താളടിയുടെ സമയമാണ്. നിഗളികളുടെ അസ്തമനത്തിന്റെ സമയമാണ്. എന്നാൽ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുകയാ. വിശുദ്ധന്മാർ തന്റെ രക്ഷകനോടുകൂടെ, ആമേൻ, തന്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരനോടുകൂടെ ആമേൻ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കാം. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മോട് വ്യക്തമായി ഇടപെട്ടു. ആമേൻ. അതേ മനുഷ്യപുത്രന്റെ വരവ് വേഗത്തിൽ സംഭവിക്കും. ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ, ഹല്ലേലൂയ, ഹാനോക്കിന്റെ കാലം പോലെ വഷളത്വം നിറഞ്ഞ ഒരു കാലമായത്. ആമേൻ. ഈ കാലഘട്ടത്തിൽ ദൈവം ചിലരെ തനിക്കായി വേർതിരിച്ചു തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തന്നോടുകൂടെ ഇരുത്തുവാൻ ആമേൻ ശിഷ്യന്മാർ ആമേൻ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ എന്നോടുകൂടെ എന്റെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഞാൻ ഇഷ്ടിക്കുന്നവരല്ല, ഞാൻ നിയമിക്കുന്നവരല്ല, എന്റെ പിതാവ് നിശ്ചയിക്കുന്നവരാ. എന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, പിതാവ് നിശ്ചയിച്ച ചിലരെ കൂടെ
പിതാവിന്റെ രാജ്യത്തിൽ എത്തിക്കുവാൻ, ആമേൻ, പിതാവിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ എത്തിക്കുവാൻ ചില പ്രിയപ്പെട്ടവർ കൂടെ, പ്രിയമുള്ളവർ കൂടെ വിടുവിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ ഇന്ന് രാത്രിയിൽ നമ്മോട് വ്യക്തമായി സംസാരിക്കാനിടയായി. ഇന്ന് രാത്രി നാം കേട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകം വല്ലാത്തൊരു ലോകമാണ്. ഇത് നശിച്ചു കൊണ്ടിരിക്കുകയാ, ഇത് തീരാൻ പോകുകയാ. ആമേൻ, ഹല്ലേലൂയ. ഇത് കൊടുമുഴക്കത്തോടെ അവസാനിക്കാൻ പോകുകയാ. ആമേൻ, ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ഇത് കൊടുമുഴക്കത്തോടെ അവസാനിക്കുന്നതിന് മുൻപ് പുതിയൊരു ഭൂമിയും പുതിയൊരു ഹല്ലേലൂയ ആകാശവും നാം ഇനി കാണാൻ പോകുകയാ. നമ്മുടെ കർത്താവ് വരാറായി. ആമേൻ, നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ വചനം ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട്, വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസ്ഥയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം രാത്രികാലം കർത്താവ് നമ്മളോട് അറിയിച്ചോർത്ത് നമുക്ക് കരങ്ങളെ ഉയർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. ഹല്ലേലൂയ. ഈ കാലത്തിന് അനുയോജ്യമായ ഹല്ലേലൂയ സ്തോത്രം ശക്തമായ ദൈവിക സന്ദേശമാണ് ഇന്ന് രാത്രികാലം കേൾക്കുവാൻ ഹല്ലേലൂയയുടെ ആയിത്തീർന്നു. ഈ ലോകം മുഴുവനും പാപത്താൽ നിറഞ്ഞിരിക്കുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. ലോകം അതിന്റെ ലക്ഷണങ്ങൾ മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹല്ലേലൂയ സ്തോത്രം മനുഷ്യന്റെ പാപമാണ്. ഹല്ലേലൂയ. ലോകത്തിന് ഈ പാപത്തിന്റെ ഭാരം താങ്ങാതാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അനേക വിധമായ ഹല്ലേലൂയ ന്യായവിധികൾ ലോകത്തിൽ ഹല്ലേലൂയ പല സ്ഥലങ്ങളിലായി ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയും കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണെന്നും ഹല്ലേലൂയ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നാം ജഡത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കതായ പ്രതിഫലം ലഭിപ്പാൻ നാം ഓരോരുത്തരും കർത്താവിന്റെ ന്യായസ്ഥനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് വചനത്തിലൂടെ ശക്തമായി കേൾക്കുവാനിടയായി തീർന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പൂർണ്ണമായ വചനത്തിന് മുമ്പാകെ താഴ്ത്തി സമർപ്പിക്കാം. അല്ലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം പെട്ടകത്തിന്റെ ഹല്ലേലൂയ വാതിൽ അടച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഈ കൃപയുടെ വാതിലും ഹല്ലേലൂയ പൂട്ടുവാൻ സമയമായി. പാട്ടുകാരൻ പറയുന്നത് പോലെ കൃപയുടെ വാതിൽ ഇതാ പൂട്ടുവാൻ തുടങ്ങുന്നേ, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമ്മളെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. ഈ ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഈ നാളുകളിൽ ഹല്ലേലൂയ ലോകത്തിന്റെ ഹല്ലേലൂയ പുറകെ പോകാതെ, സ്വസ്നേഹികളായി തീരാതെ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിച്ച് ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ, വിശുദ്ധിക്കും വേർപാടിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ ലോകത്തിൽ പ്രതിസന്ധികളുടെയും പ്രയാസത്തിന്റെ മധ്യത്തിലൂടെ ഹല്ലേലൂയ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോഴും അവർക്ക് വേണ്ടി ഹല്ലേലൂയ നിത്യത ഒരുക്കി വെച്ചിരിക്കുന്നു ഓർത്ത് ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളുടെ പ്രത്യാശ കുറഞ്ഞു പോകുവാൻ പാടില്ല. നമ്മളുടെ വിശ്വാസത്തിന് ത്യാഗം സംഭവിപ്പാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മളെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. വിശുദ്ധിയോട് ജീവിപ്പാൻ, ഭക്തിയോട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇന്ന് വചന ശുശ്രൂഷ ദേവദാസിയെയും ഹല്ലേലൂയ കുടുംബത്തെയും വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക കാര്യങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം കർത്തദാസി പ്രയോജനപ്പെടുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് വീണ്ടും നേടിയെടുക്കേണ്ടതിനായി നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ കർത്തദാസിയെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഓൺലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ നമുക്ക് വഹിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാൽ നാളെ നടക്കുന്ന മീറ്റിംഗും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമ്മളെല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ സ്തോത്രം കണ്ണൂരിൽ നിന്ന് പാസ്റ്റർ ടി ബി റജി അവറുകൾ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമ്പന്നനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ലവരും വിശ്വസ്തനുമാകുന്ന ദൈവത്തിന്റെ പാദാന്തിയെ ഇന്ന് രാത്രിയിലും കർത്താവ് ഞങ്ങൾക്കായിരിക്കാൻ ദൈവം നിർവചിതോർത്ത് കർത്താവിന് മുഴുമഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ സൂമിലൂടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിലായി ഈ കേരള സംസ്ഥാനത്തിന്റെ കർത്താവ് തെക്കൻ ജില്ലകളിലൊക്കെ ഇരുന്ന് മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ കേൾക്കുവാൻ ഉയരത്തിന്റെ ദൈവമായ കർത്താവ് ഭാഗ്യം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിനെ അധ്യക്ഷത വഹിച്ചതായ കർത്താവേ, നിന്റെ ദാസൻ ബിനുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഷിന്നുവിനായി പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ദൈവമായ കർത്താവ് നിന്റെ മകനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെ, തന്റെ കുഞ്ഞിനെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. കുറ്റൂരെ സഭയിലുള്ള വാത്സല്യ കുടുംബങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളോടും ദൈവത്തിന്റെ മനസ്സലിവുണ്ടാകുകയും കർത്താവ് ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടതൊക്കെയും കർത്താവ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
അതോടൊപ്പം ഈ മീറ്റിംഗിൽ സംബന്ധിച്ച സൂമിലുള്ള എല്ലാ ബഹുമാന്യർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നാളെ നടക്കുന്ന മീറ്റിംഗിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ അതും സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവെ, കുറ്റൂരിൽ ശുശ്രൂഷിക്കുന്നതായ നിന്റെ വിലപ്പെട്ട ആപ്യത്തിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അവരെ ഏൽപ്പിച്ച നാളുകൾ മുഴുവൻ ആ സഭയ്ക്ക് വലിയ അനുഗ്രഹവും വിടുതലും നന്മയുമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ദൈവമായ കർത്താവെ, ഇന്ന് മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ദൈവമായ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. അതേ മനുഷ്യപുത്രന്റെ വരവും നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്നുള്ള ആ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, നോഹയുടെ കാലഘട്ടത്തിൽ അതേ ജനം വഷളന്മാരായി അതിക്രമങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരുന്നപ്പോൾ ഭൂമിയെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരുങ്ങിയപ്പോൾ അതിന് നീതിമാനും നിഷ്കളങ്കനുമായ നോഹയെ കണ്ട് തന്റെ കുടുംബത്തെ രക്ഷിച്ചവനായ ദൈവം ഈ കാലഘട്ടത്തിലും കർത്താവെ, ഞങ്ങളുടെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും കർത്താവെ, ഹാലലേഖര് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ കർത്താവെ, മരിച്ചവരെ ഉയർത്തി ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ള മാറ്റമില്ലാത്ത വചനത്തിന്റെ മുൻപിൽ കർത്താവെ, രൂപാന്തരം പ്രാപിക്കുവാൻ തക്കമുള്ള വിശ്വാസവും പ്രത്യാശയും അവർ നിലനിൽക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ കർത്താവെ പ്രതിസന്ധി നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിലും ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ മഹാവ്യാധിയിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയും കർത്താവെ, നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നിന്റെ ജനത്തെ വിടുവിക്കുകയും കരുതുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിന്റെ മുൻപിൽ, ദൈവിക കരുതലിന്റെ മുൻപിൽ, ദൈവിക നടത്തിപ്പിന് മുൻപിൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശാരീരിക ക്ലേശങ്ങളോ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്ന പ്പെട്ടവരുണ്ടെങ്കിൽ ഉയരത്തിലെ ദൈവമായ കർത്താവ് പൂർണ്ണമായ സൗഖ്യവും വിടുതലും നൽകി ദൈവം ബലത്തോടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വിശ്വാസത്തിൽ അവർ വർദ്ധിച്ചു വരേണ്ടതിനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ തന്നെ നാമത്തിൽ താഴ്മയോടും വിനയത്തോടും കൂടെ യാചിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു വെളിനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം കേൾക്കപ്പെട്ട വചനത്തോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും നാളെ നടക്കുന്ന യോഗത്തോടും ഭൂലോകം പാടുമുള്ള വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. യേശു കർത്താവ് മുഖാന്തരം ജയം നൽകിയ ഹല്ലേലൂയ. ആമേൻ. കർത്താവാം യേശുവേ, വേഗം വരണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ശക്തമായ ദൈവിക വചനം അറിയിച്ച പ്രിയ കർത്തൃദാസി സിസ്റ്റർ ഷെർലി ബിനു അവറുകളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ഓൺലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കുറ്റൂർ സഭയുടെ പേരിൽ പ്രത്യേകം നന്ദി. ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷത വഹിപ്പാൻ അടിയന് അവസരം തന്ന പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ബിനു ജോർജ് അവറുകളോടും കുറ്റൂർ സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ ഇതേ സമയം തന്നെ നമ്മളുടെ കൺവെൻഷന്റെ അവസാനത്തെ ദിവസമാണല്ലോ. അതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ UAE-യിൽ നിന്ന് പാസ്റ്റർ ജെയ്സൺ വി കുഞ്ഞുമോൻ അവറുകൾ ശുശ്രൂഷിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും നാളത്തെ മീറ്റിംഗിലേക്കും പ്രാർത്ഥനയോടെ കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദിനദയിൽ നിന്നീ അടിയാരെ നീ
അധീനതയിൽ നിന്നേ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയിൽ